ഫ്രണ്ട്സ്, വെൽക്കം ടു ലേൺ വിത്ത് SRG. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ RRB, NDPC അതുപോലെ തന്നെ 2025 റെയിൽവേ എക്സാംസിൻ്റെ ഭാഗമായിട്ട് പ്രീവിയസ് ഇയർ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ലാസ്റ്റ് നമ്മൾ സ്ട്രാറ്റജിയൊക്കെയുടെ ഒരു സെഷൻ ചെയ്തായിരുന്നു. അത് കാണാത്തവരുണ്ട്, ആ വീഡിയോ എന്ത് ചെയ്യുക, കാണുക. അപ്പോൾ നമ്മൾ ഇന്നത്തെ സെഷനിൽ നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഹിസ്റ്ററിയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നോക്കാൻ പോകുന്നത്. സോ നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് പോയാലോ. നമ്മുടെ ഫസ്റ്റ് ചോദ്യം ഇതാണ്: ഇൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇയേഴ്സ് വാസ് ദ ദിവാനി ഓഫ് ബംഗാൾ ട്രാൻസ്ഫേർഡ് ടു ദി ഈസ്റ്റ് ഇന്ത്യ കമ്പനി? ഏത് വർഷമാണ് ബംഗാളിൻ്റെ ദിവാനി കളക്ഷൻ? എന്താണ് ഈ ബംഗാളിൻ്റെ ദിവാനി കളക്ഷൻ എന്നറിയോ? അതായത് ലാൻഡ് ടാക്സ് ആണ്. ബംഗാളിൻ്റെ ലാൻഡ് ടാക്സിൻ്റെ കളക്ഷൻ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ട്രാൻസ്ഫേർഡ് ചെയ്ത് കൊടുത്ത വർഷം ഏത്? ഇതാണ് നമ്മുടെ ചോദ്യം. സോ ഈ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഈ ബംഗാളിൻ്റെ ദിവാനി കളക്ഷൻ ട്രാൻസ്ഫേർഡ് ചെയ്ത് കൊടുത്തത് ഒരു ട്രീറ്റിയിലൂടെയാണ്. നമ്മുടെ ട്രീറ്റിയുടെ പേരാണ് ട്രീറ്റി ഓഫ് അലഹബാദ് എന്ന് പറയും. നമ്മുടെ അലഹബാദ് സന്ധി ഏത് വർഷമാണ്? 1765. 1765 നടന്ന ട്രീറ്റി ഓഫ് അലഹബാദ് എന്ന് പറയുന്ന സന്ധി ഏത് യുദ്ധത്തിൻ്റെ ഭാഗമായിരുന്നു? നമ്മുടെ ട്രീറ്റി ഓഫ് അലഹബാദ്, ദ ബാറ്റിൽ ഓഫ് ബക്സാർ അല്ലേ? നമ്മുടെ 1764 നടന്ന ബാറ്റിൽ ഓഫ് ബക്സാർ എന്ന് പറയുന്ന യുദ്ധത്തിൻ്റെ ഭാഗമായി തൊട്ടടുത്ത വർഷം 1765 നടന്ന ഒരു ട്രീറ്റിയാണ് ഏത്? ട്രീറ്റി ഓഫ് അലഹബാദ് എന്ന് പറയുന്നത് അല്ലേ? ഈ ട്രീറ്റിയിലാണ് നമ്മുടെ ബംഗാളിൻ്റെ ദിവാനി കളക്ഷൻ, അതായത് ബംഗാൾ എന്ന പ്രദേശം പോലും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പേരിൽ എഴുതി കൊടുത്തൊരു ട്രീറ്റിയാണ് ഏത്? ഈ ട്രീറ്റി ഓഫ് അലഹബാദ് 1765. സോ ഈ ക്വസ്റ്റിന് ഉത്തരം നമുക്ക് 1765 ആണ്. ഇനി ഈ ട്രീറ്റി ആരൊക്കെയാണ് സൈൻ ചെയ്തത്? ഇത് സൈൻ ചെയ്ത നമ്മുടെ മുഗൾ റൂളറായ, അത് ബക്സാർ യുദ്ധത്തിൽ പങ്കെടുത്ത മുഗൾ റൂളർ ആരാ? ഷാ ആലം രണ്ടാമൻ അല്ലേ? മുഗൾ എംപററായ ഷാ ആലം രണ്ടാമനും നമ്മുടെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണ്ടി ഒപ്പുവെച്ചത് ആരാ? റോബർട്ട് ക്ലൈവുമാണ് അല്ലേ? റോബർട്ട് ക്ലൈവും ഷാ ആലം രണ്ടാമനും തമ്മിലാണ് ഈ ട്രീറ്റി ഓഫ് അലഹബാദ് 1765 ഒപ്പുവെച്ചത്. ആ ട്രീറ്റിയിലാണ് ഷാ ആലം രണ്ടാമൻ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പേരിൽ ഏത് സ്ഥലം എഴുതി കൊടുക്കുന്നത്? ബംഗാൾ എന്ന സ്ഥലം. അന്ന് മുതലാണ് ബംഗാളിൻ്റെ ലാൻഡ് ടാക്സ് ദിവാനി കളക്ഷൻ ആര് എടുത്തു തുടങ്ങുന്നത്? ഈസ്റ്റ് ഇന്ത്യ കമ്പനി. കേട്ടോ, ഏത് വർഷം? 1765. കേട്ടോ, അതിൽ 64 ഉണ്ട്. ശരിക്കും 64 യുദ്ധത്തിൻ്റെ വർഷമാണ്. ബാറ്റിൽ ഓഫ് ബക്സാർ എന്ന വർഷമാണ് 1764. അതുപോലെ ഈ ബക്സാർ യുദ്ധത്തിൽ 3 പേരാണല്ലേ ഒരു സൈഡിൽ വരുന്നത് അല്ലേ? അതായത് മുഗൾ എംപറർ ആര്? ഷാ ആലം രണ്ടാമൻ. അതുപോലെ വേറെ 2 വ്യക്തികളില്ലായിരുന്ന, ഒന്ന് ബംഗാളിൻ്റെ നവാബ് ആര്? മിർ കാസിം അല്ലേ? നമ്മുടെ ബംഗാളിൻ്റെ നവാബായ മിർ കാസിമും ഔദെന്ന് പറയുന്ന സ്ഥലത്തെ നവാബിൻ്റെ പേരെന്താ? ഷൂജാ ഉദ് ദൗള. കേട്ടോ, ഈ ബക്സാർ യുദ്ധത്തിൽ ഒരു സൈഡിലെ ആൾക്കാരാ കേട്ടോ, ബംഗാളിലെ നവാബ് എന്ന് പറഞ്ഞാൽ ബംഗാളിലെ രാജാവ്, ബംഗാളിലെ നവാബ് ആര്? മിർ കാസിം. ഔദ് എന്ന സ്ഥലത്തിലെ നവാബ് ഷൂജാ ഉദ് ദൗള. പിന്നെ നമ്മുടെ മുഗൾ എംപറർ, മുഗൾ ആരാണ്? മുഗൾ നമ്മുടെ ഷാ ആലം രണ്ടാമൻ. ഇവർ 3 പേരും ഒരു സൈഡിൽ. മറുവശത്ത് ആര്? നമ്മുടെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. കമ്പനി ആ യുദ്ധത്തിൽ നയിച്ചതാരെന്നറിയോ? ബക്സാർ യുദ്ധത്തിൽ കമ്പനി ലീഡ് ചെയ്ത ആളുടെ പേരാണ് ഹെക്ടർ, ജനറൽ ഹെക്ടർ മുൺട്രോ എന്ന് പറയും. ഹെക്ടർ മുൺട്രോ. കേട്ടോ, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ ബക്സാർ യുദ്ധത്തിൽ നയിച്ചത് ആരാണ്? ഹെക്ടർ മുൺട്രോ VS ഈ 3 പേര്. ഏത് യുദ്ധം? ബക്സാർ യുദ്ധം. അതിൻ്റെ ഭാഗമായി ഒപ്പുവെച്ച ട്രീറ്റിയാണ് 1765 അലഹബാദ് സന്ധി. അലഹബാദ് സന്ധിയിൽ കമ്പനിക്ക് വേണ്ടി ഒപ്പുവെച്ചത് മുൺട്രോ അല്ല, ആരാണ്? റോബർട്ട് ക്ലൈവാണ്. റോബർട്ട് ക്ലൈവും മുഗൾ എംപററായ ഷാ ആലം രണ്ടാമനും തമ്മിലായിരുന്നു ആ ഒരു സന്ധി ഒപ്പുവെച്ചു. കേട്ടോ, നമ്മുടെ ഈ ബക്സാറും പ്ലാസിയും സ്ഥിരമായി എക്സാം പോയിന്റ് ഓഫ് വ്യൂ ചോദിക്കുന്ന 2 പ്രധാനപ്പെട്ട യുദ്ധങ്ങളാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റിലോട്ട് പോയാലോ? നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റിലോട്ട് പോകാം. നമ്മുടെ രണ്ടാമത്തെ ചോദ്യം: വിച്ച് ഓഫ് ദി ഫോളോയിങ് എംപയർ വാസ് ഫൗണ്ടഡ് ബൈ ഹരിഹര ആൻഡ് ബുക്ക ഇൻ 1336? 1336 ഹരിഹരനും ബുക്കനും ഏത് വംശമാണ് രൂപീകരിച്ചത്? സോ ഹരിഹരനും ബുക്കനും ഡൈനാസ്റ്റിയാടാ? വിജയനഗര ഡൈനാസ്റ്റിയുടെ സ്ഥാപകർ.
അല്ലേ? അപ്പോൾ ഏത് വർഷമാണ് വിജയനഗര സാമ്രാജ്യം രൂപീകരിച്ചത്? 1336. 1300 AD 1336 വിജയനഗര സാമ്രാജ്യം രൂപീകരിച്ചത്. ആരൊക്കെയാ ഫൗണ്ടേഴ്സ്? ഹരിഹരനും ബുക്കനുമാണ്. ആരൊക്കെയാണ്? ഹരിഹര ആൻഡ് ബുക്കൻ. എവിടെ ക്യാപിറ്റൽ? നമ്മുടെ ഹംപി, അല്ലേ? ഹംപിയാണ് വിജയനഗരത്തിൻ്റെ എന്തെന്ന് പറയുന്നത്? ക്യാപിറ്റൽ എന്ന് പറയുന്നത്. വിജയനഗരത്തിൻ്റെ ക്യാപിറ്റൽ എവിടെയാണ്? ഹംപിയാണ്. അതുപോലെ ഈ വിജയനഗരം എന്ന് പറയുന്ന എംപയർ, ഈ ഒരു എംപയർ ഭരിച്ചത് 4 ഡൈനാസ്റ്റിയിലുള്ളവരാണ്, അല്ലേ? വിജയനഗരം ഭരിച്ചത് 4 വംശത്തിലാണ്. ഏതൊക്കെ വംശങ്ങളാണ്? സംഗമ ഡൈനാസ്റ്റി, സെക്കൻഡ് വൺ സാലുവ ഡൈനാസ്റ്റി, തേർഡ് വൺ തുളുവ ഡൈനാസ്റ്റി, ദെൻ ഫോർത്ത് വൺ അരവിഡു ഡൈനാസ്റ്റി. ഇങ്ങനെ 4 ഡൈനാസ്റ്റിയിൽ വംശങ്ങളാണ് ഏത് ഭരിച്ചത്? ഈ വിജയനഗരം എംപയർ ഭരിച്ചത്. ഏതൊക്കെയാ ഓർഡർ എങ്ങനെയാ? സംഗമ, സാലുവ, തുളുവ, അരവിഡു. ഇങ്ങനെ 4 വംശത്തിലെ രാജാക്കന്മാരാണ് ഈ ഒരു വിജയനഗരം ഭരിച്ചത്. ഫൗണ്ടേഴ്സ് ഹരിഹരൻ്റെ ബുക്കന. ഇനി നമ്മുടെ വിജയനഗരത്തിൻ്റെ ഒരു ഗോൾഡൻ ഏജ്, അല്ലേ? ഒരു സുവർണ കാലഘട്ടമുണ്ട്. അതൊരു വളരെ ഫേമസ് ആയ ഒരു രാജാവ് ഭരിച്ചിട്ടുണ്ട്. ആരാ? നമ്മുടെ കൃഷ്ണദേവരയ്യ, അല്ലേ? നമ്മുടെ കൃഷ്ണദേവരയ്യയാണ് വിജയനഗരത്തിലെ ഏറ്റവും ഫേമസ് ആയ രാജാവ്. കൃഷ്ണദേവരയ്യ ഇതിലെ ഏത് ഡൈനാസ്റ്റി എന്നറിയോ? ഹി ബിലോങ്സ് ടു തുളുവ ഡൈനാസ്റ്റി, തുളുവ വംശത്തിലെ, കേട്ടോ? തുളുവ വംശത്തിലെ രാജാവായിരുന്ന ആര്? നമ്മുടെ കൃഷ്ണദേവരയ്യ. ഏത് വംശത്തിലാണ്? തുളുവ ഡൈനാസ്റ്റിയിൽ തുളുവ വംശത്തിലെ രാജാവായിരുന്ന ആര്? കൃഷ്ണദേവരയ്യ. അദ്ദേഹത്തിൻ്റെ വളരെ ഫേമസ് ആയ ഒരു സദസ് ഉണ്ടല്ലേ കൃഷ്ണദേവരയ്ക്ക്. അത് കൃഷ്ണയുടെ സദസ്സിൻ്റെ പേരാണ് അഷ്ടദിഗജാസ് എന്ന് പറയും, അല്ലെ? അഷ്ടദിഗജങ്ങൾ. ആരുടെ കോർട്ടാണ് അഷ്ടദിഗജങ്ങൾ എന്ന് ചോദിച്ചാൽ അഷ്ടദിഗജങ്ങൾ ആരുടെ കോട്ട? കൃഷ്ണദേവരയ്യരുടെ കോർട്ടിൻ്റെ പേരാണ് അഷ്ടദിഗജങ്ങൾ എന്ന് പറയും. അതുപോലെ അഷ്ടപ്രധാനോ ആരുടെ കോർട്ടാണ്? അഷ്ടപ്രധാൻ. അത് നമ്മുടെ മറാത്തയിലെ ശിവജി, നമ്മുടെ ഛത്രപതി ശിവജിയുടെ കോർട്ടായിരുന്നു. ഏത്? അഷ്ടപ്രധാൻ. നമുക്ക് കൺഫ്യൂഷൻ വരുന്ന 2 കോർട്ടാണ് കേട്ടോ, അഷ്ടദിഗജങ്ങളും അഷ്ടപ്രധാനും. അഷ്ടപ്രധാൻ ചോദിച്ചാൽ ആരുടെയാ? ശിവജിയുടെയും. അഷ്ടദിഗജങ്ങൾ ചോദിച്ചാൽ ആരാ? നമ്മുടെ കൃഷ്ണദേവരയ്യരുടെ കോർട്ടാണ്. കൃഷ്ണദേവരയ്യ അഷ്ടദിഗജങ്ങൾ എന്ന് പറയുന്ന കോർട്ട്. ഓക്കെ, സോ അദ്ദേഹം ഏത് വംശത്തിലാണ്? തുളുവ ഡൈനാസ്റ്റിയിൽ, വിജയനഗരത്തിലെ തുളുവ വംശത്തിലെ രാജാവാണ് ആര്? നമ്മുടെ കൃഷ്ണദേവരയ്യ, കേട്ടാ. അവരുടെ ക്യാപിറ്റൽ പറഞ്ഞത് കർണാടകയിലെ ഹംപിയാണ് വിജയനഗരത്തിൻ്റെ എന്താണ്? ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അതുപോലെ നമ്മുടെ ബാക്കി ഈ 3 ഡൈനാസ്റ്റിയുടെയും ഫൗണ്ടർമാർ നമുക്ക് പറയാൻ പറ്റും. മറാത്ത ആരാ? മറാത്തയുടെ ഫൗണ്ടർ നമ്മുടെ ഛത്രപതി ശിവജിയാണ്, അല്ലേ? ശിവജിയാണ് മറാത്ത ഡൈനാസ്റ്റിയുടെ സ്ഥാപകൻ. അതുപോലെ ചാലുക്യ ഡൈനാസ്റ്റിയുടെ സ്ഥാപകൻ ആരാ? ചാലുക്യ. അതാരാണ്? പുലക്കേശി ഒന്നാമൻ, അല്ലേ? പുലക്കേശി ഒന്നാമൻ എന്ന രാജാവാണ് ചാലുക്യ വംശത്തിൻ്റെ സ്ഥാപകൻ. അതുപോലെ കുഷൻ ഡൈനാസ്റ്റിയോ? വാസ് ദി ഫൗണ്ടർ ഓഫ് കുഷൻ ഡൈനാസ്റ്റി? കുഷൻ കാജുല ഖട്ട്ഫീസസ്. ആരാണ്? കജുല ഖട്ട്ഫീസസ് ആണ് കുഷൻ ഡൈനാസ്റ്റിയുടെ എന്താണ്? സ്ഥാപകൻ എന്ന് പറയുന്നത്. കുഷൻ ഡൈനാസ്റ്റിയുടെ സ്ഥാപകൻ ആരാണ്? കജുല ഖട്ട്ഫീസസ്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റിലോട്ട് പോയാലോ? ഇതാണ് നമുക്ക് വിജയനഗരവുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്ന കുറച്ച് പാറ്റേൺ എന്ന് പറയുന്നത്. സോ നമുക്ക് അടുത്ത ക്വസ്റ്റിലോട്ട് പോവാം. ഇതാണ്: ഹു വാസ് ദി റൂളർ ഓഫ് ഡൽഹി സുൽത്താനേറ്റ് വെൻ ഇബൻ ബത്തൂത്ത കെയിം ഇൻ ഇന്ത്യ? നമ്മുടെ മൊറോക്കൻ ട്രാവലർ, അല്ലെ? ഒരു ട്രാവലറാണ്. ഏത് രാജ്യത്തിലെയാ? മൊറോക്ക, ആഫ്രിക്കയിലെ മൊറോക്കയിലെ സഞ്ചാരിയാണ് ആര്? നമ്മുടെ ഇബൻ ബത്തൂത്ത. ഇബൻ ബത്തൂത്ത ഇന്ത്യയിൽ വന്നപ്പോൾ ആരായിരുന്നു ഡൽഹി സുൽത്താൻ? ഇബൻ ബത്തൂത്ത എഴുതിയൊരു ബുക്കാണ് കിതാബ് ഉൽ രഹ്ല എന്ന് പറയുന്ന ബുക്ക്. ഏത് ബുക്കാണ്? കിതാബുൽ രഹ്ല. ഈ കിതാബുൽ രഹ്ലയിൽ പറയുന്നത് നമ്മുടെ ഓപ്ഷൻ ഡി മുഹമ്മദ് ബിൻ തുഗ്ലക്കിൻ്റെ കുറച്ച് കാര്യങ്ങളാണ്, കേട്ടോ. ഈ ബുക്കിൽ ആരെ പറ്റി പരാമർശിക്കുന്നുണ്ട്? മുഹമ്മദ് ബിൻ തുഗ്ലക്ക്. അതിനർത്ഥം ഇബൻ ബത്തൂത്ത എന്നിട്ട് ആരുടെ കോർട്ടിലാണ് വിസിറ്റഡ്? മുഹമ്മദ് ബിൻ തുഗ്ലക്ക്. നമ്മുടെ മുഹമ്മദ് ബിൻ തുഗ്ലക്കിൻ്റെ കോർട്ട് വിസിറ്റ് ചെയ്ത മൊറോക്കൻ ട്രാവലറാണ് ആര്? ഇബൻ ബത്തൂത്ത. അദ്ദേഹം എഴുതിയ വളരെ പ്രധാനപ്പെട്ട ഒരു ബുക്കാണ് ഏത്? കിതാബ് ഉൽ രഹ്ല എന്ന് പറയുന്ന ബുക്ക്, കിതാബുൽ രഹ്ല. അതുപോലെ നമ്മുടെ അലാവുദ്ദീൻ ഖിൽജിയുടെ കൊട്ടാരത്തിൽ ജീവിച്ചിരുന്ന വളരെ ഫേമസ് ആയ കവിയായിരുന്നു ദ പാരറ്റ് ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ തത്ത എന്നറിയപ്പെടുന്ന ആര്? നമ്മുടെ അമീർ ഖുസ്രു, അല്ലേ?
നമ്മുടെ അമീർ ഖുസ്രു, നമ്മുടെ അലാവുദ്ദീൻ ഖിൽജിയുടെ കൊട്ടാരത്തിൽ ജീവിച്ചിരുന്ന. പക്ഷേ അലാവുദ്ദീൻ ഖിൽജിയുടെ മാത്രമല്ല, നമ്മുടെ തുഗ്ലക് ഡൈനാസ്റ്റിയിലും ആര് ജീവിച്ചിരുന്നിട്ടുണ്ട്? അമീർ ഖുസ്രു. കേട്ടോ, ഈ അമീർ ഖുസ്രു എഴുതിയ 2 പ്രധാനപ്പെട്ട ബുക്കിൽ ഒരു ബുക്കാണ് നമ്മുടെ ലൈല മജ്നുവും, ദെൻ സെക്കൻഡ് ആണ് നമ്മുടെ തുഗ്ലക് നാമ. കേട്ടോ, ഈ മുഹമ്മദ് ബിൻ തുഗ്ലക്കിൻ്റെയൊക്കെ കഥ പറയുന്ന ഒരു ബുക്കാണ് ഈ തുഗ്ലക് നാമ. തുഗ്ലക് നാമ എഴുതിയത് ആരാ? ഈ അമീർ ഖുസ്രു. നമ്മുടെ ഈ അമീർ ഖുസ്രു ആണ് ഏത് ബുക്ക് എഴുതിയത്? തുഗ്ലക് നാമ രചിച്ചത്. കേട്ടോ, അപ്പോൾ ഇബൻ ബത്തൂത്ത എന്ന ആരുടെ സമയത്താ? ഇബൻ ബത്തൂത്ത വന്നത് നമ്മുടെ മുഹമ്മദ് ബിൻ തുഗ്ലക്കിൻ്റെ പീരീഡിലാണ്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റിലോട്ട് പോയാലോ? അടുത്ത ചോദ്യം, ഇൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇയേഴ്സ് വാസ് ദി കോൺവാലിസ് കോഡ് ഇനക്റ്റഡ്? നമ്മുടെ കോൺവാലിസ് കോഡ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മുടെ പെർമനൻ്റ് സെറ്റിൽമെൻറ്റ് ആക്ട് അല്ലേ? നമ്മുടെ വളരെ പ്രധാനപ്പെട്ട ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ കൊണ്ടുവന്നൊരു ആക്റ്റാണ് ഏത്? ഈ പെർമനൻ്റ് സെറ്റിൽമെൻറ്റ് ആക്ട് എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാം പോയിന്റ് ഒരുപാട് തവണ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഏത് വർഷമാണ് പെർമനൻ്റ് സെറ്റിൽമെൻറ്റ് ആക്ട് ഇന്ത്യയിൽ പാസ് ചെയ്തത്? ഏത് വർഷമാണ്? 1793. 1793 പെർമനൻ്റ് സെറ്റിൽമെൻറ്റ് ആക്ട് ഇന്ത്യയിൽ പാസ്സാക്കിയത്. ആരാ പാസ്സാക്കിയത്? അന്നത്തെ ബംഗാളിൻ്റെ ഗവർണർ ജനറലായ കോൺവാലിസ് പ്രഭു ആണ് ഇത് കൊണ്ടുവന്നത്. എന്താണ് ഈ പെർമനൻ്റ് സെറ്റിൽമെൻറ്റ് ആക്ട് എന്നറിയോ? നമ്മുടെ ബംഗാളിൽ ഇതെവിടെ കൊണ്ടുവന്നത്? അറ്റ് ബംഗാളിലാണ്. നമ്മുടെ ബംഗാളിൽ ലാൻഡ് ടാക്സ് പിരിക്കുന്നതിൻ്റെ ഭാഗമായി ബംഗാൾ എന്ന പ്രദേശത്തെ പല പല പാർട്ടായി ഡിവൈഡ് ചെയ്തിട്ട് ഓരോ പാർട്ടിലും ഓരോ ലാൻഡ് ഓണേഴ്സിന് അവരെന്ത് ചെയ്തു? അസൈൻ ചെയ്യുകയും ആ ലാൻഡ് ഓണേഴ്സിൽ കൂടെ അവരെന്ത് ചെയ്തു? ടാക്സ് പിരിക്കുകയും ചെയ്തു. കേട്ടോ, ഇത് ബംഗാളിൽ ഈ സംവിധാനത്തെ വിളിച്ച പേരാണെന്ത്? പെർമനൻ്റ് സെറ്റിൽമെൻറ്റ് ആക്ട് എന്ന് പറയുമ്പോൾ ബംഗാളിൽ ശ്രദ്ധിക്കേണ്ട കാര്യം അന്നത്തെ ബംഗാളാണ്. അപ്പം അന്നത്തെ ബംഗാൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെ സ്റ്റേറ്റുകൾ വരും? ഇന്നൊക്കെ ഏതൊക്കെ പ്രദേശം വരും? ഇന്നത്തെ ബീഹാർ വരും അല്ലേ? ഇന്നത്തെ ബംഗാൾ വരും, ഇന്നത്തെ ഒഡീഷ വരും അല്ലേ? ഇന്നത്തെ നമ്മുടെ വെസ്റ്റ് ബംഗാൾ വരും. ഇതൊക്കെ പഴയ ഏത് റീജിയൻ്റെ ഭാഗമാണ്? ബംഗാളിൻ്റെ. അപ്പോൾ ഇവിടെ എല്ലാം ഏത് സംവിധാനം നിലവിൽ നിന്നതാ? പെർമനൻ്റ് സെറ്റിൽമെൻറ്റ് ആക്ട്. ആരാ കൊണ്ടുവന്നത്? കോൺവാലിസ്. ഏത് വർഷം? 1793. ഇനി ഇതേ സംവിധാനം മറ്റു 2 പ്രദേശങ്ങളിലും പിൻകാലത്ത് കൊണ്ടുവന്നു. ഇതേ സംവിധാനം നമ്മുടെ മദ്രാസ് റീജിയനിൽ, എവിടെയാണ്? മദ്രാസിൽ, സൗത്ത് ഇന്ത്യയിൽ കൊണ്ടുവന്നു. എന്ത് പേരിലെന്നറിയോ? റയറ്റ് വാരി സിസ്റ്റം എന്ന പേരിൽ കൊണ്ടുവന്നു. ഏത് സിസ്റ്റമാണ്? റയറ്റ് വാരി സിസ്റ്റം. കേട്ടോ, ഇതേ പെർമനൻ്റ് സെറ്റിൽമെൻറ്റ് ആക്ടിനെ മദ്രാസിൽ കൊണ്ടുവന്നപ്പോൾ അറിയപ്പെട്ട പേരെന്താ? റയറ്റ് വാരി സിസ്റ്റം. 1820 ഈ റയറ്റ് വാരി സിസ്റ്റം കൊണ്ടുവന്നത്. ഏത് വർഷമാണ്? 1820. എന്ത് സിസ്റ്റം? റയറ്റ് വാരി. ഏത് റീജിയനിൽ? മദ്രാസ് റീജിയൻ. അത് കൊണ്ടുവന്നത് അന്നത്തെ മദ്രാസ് ഗവർണറായ തോമസ് മുൺട്രോ പ്രഭുവാണ്. കേട്ടോ, തോമസ് മുൺട്രോയാണ് റയറ്റ് വാരി സിസ്റ്റം മദ്രാസിൽ എന്ത് ചെയ്യുന്നത്? ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഏത് വർഷം? 1820. ഇനി ഇതേ സംവിധാനം 1822. ഏത് വർഷം? 822 നമ്മുടെ യുണൈറ്റഡ് പ്രൊവിൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ഈ UP, പഞ്ചാബ് ഈ മേഖലയാണ് പഴയ യുണൈറ്റഡ് പ്രൊവിൻസ് എന്ന് പറയുന്നത്. ഈ സ്ഥലത്ത് 1822 ഇവർ കൊണ്ടുവന്നു ഇതേ സംവിധാനം. പക്ഷെ അവിടെ അറിയപ്പെട്ട പേര് മഹൽവാരി സിസ്റ്റം എന്നായിരുന്നു. മഹൽവാരി സിസ്റ്റം. ഇത് കൊണ്ടുവന്നത് ഹോൾട്ട് മക്കൻസി എന്ന് പറയുന്ന പ്രഭുവാണ്. ഹോൾട്ട് മക്കൻസി ആണ് മഹൽവാരി സിസ്റ്റം കൊണ്ടുവന്നത്. അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരേ സംവിധാനം 3 പേരുകളിൽ 3 പ്രദേശങ്ങളിൽ കൊണ്ടുവന്നു. കേട്ടാ, ആദ്യം കൊണ്ടുവന്ന എവിടെയാ? ബംഗാളിൽ എന്ത് പേരാ? ബംഗാളിൽ പെർമനൻ്റ് സെറ്റിൽമെൻറ്റ് ആക്ട് എന്ന പേരിൽ അല്ലേ? ആരാ പെർമനൻ്റ് സെറ്റിൽമെൻറ്റ് ആക്ട് എന്ന പേര് കൊണ്ടുവന്നത്? കോൺവാലിസ് പ്രഭു അല്ലേ? കോൺവാലിസ് കൊണ്ടുവന്നു. ഏത് വർഷം? 1793. എവിടെ? ബംഗാളിൽ. ദെൻ മദ്രാസിൽ വരുന്നു. ഏത് വർഷം? 1820. ഏത് പേരിൽ? റയറ്റ് വാരി സിസ്റ്റം എന്ന് പറയുന്ന പേരിൽ. ആരാ കൊണ്ടുവന്നത്? തോമസ് മുൺട്രോ. റയറ്റ് വാരി. ദെൻ 1822 യുണൈറ്റഡ് പ്രൊവിൻസിൽ കൊണ്ടുവരുന്നു. എന്ത് പേരിൽ? മഹൽവാരി സിസ്റ്റം എന്ന് പറയുന്ന പേരിൽ. ആരാ കൊണ്ടുവന്നത്? ഹോൾട്ട് മെക്കൻസി പ്രഭുവാണ് മഹൽവാരി സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തത് അല്ലേ? സോ നമ്മൾ നോക്കണം, യുണൈറ്റഡ് പ്രൊവിൻസ് എന്ന് പറഞ്ഞാൽ പഞ്ചാബ് UP മേഖലയിലൊക്കെയാണ്
ഈ ഒരു പേരിൽ എന്ത് ചെയ്യുന്നത്, അറിയപ്പെടുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് അടുത്ത ക്വസ്റ്റിലോട്ട് പോയാലോ. നമ്മുടെ അടുത്ത ചോദ്യം ഇതൊരു ഇമ്പോർട്ടൻ്റ് ആണ്, പെർമനന്റ് സെറ്റിൽമെന്റ് ആക്ട് സ്ഥിരമായ എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അടുത്ത ചോദ്യത്തിലോട്ട് പോയാലോ. നമ്മുടെ അടുത്ത ചോദ്യം ഇതാണ്: ഹൗ മെനി സ്റ്റോറീസ് ഡസ് കുത്തബ് മിനാർ ഹാവ് ഇൻ ഡൽഹി? അല്ലെ, നമ്മുടെ ഡൽഹിയിലെ കുത്തബ് മിനാറിന് എത്ര നിലകളുണ്ടെന്നാണ് നമ്മുടെ ചോദ്യം. അല്ലേ, കുത്തബ് മിനാർ. അല്ലേ, കുത്തബ് മിനാർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ടാളസ്റ്റ് ബിൽഡിങ്ങിൽ ഒരു ബിൽഡിംഗ് ആണ്. അല്ലേ, നമ്മുടെ 238 ഫീറ്റ് അടി അല്ലെങ്കിൽ 72.5 മീറ്റർ ഉയരമുള്ള നമ്മുടെ കുത്തബ് മിനാർ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ടാളസ്റ്റ് ബിൽഡിങ്ങിൽ ഒരു ബിൽഡിംഗ് ആണ്. ഇതൊരു 5 നിലയുള്ള ഒരു കെട്ടിടമാണ് കേട്ടോ. കുത്തബ് മിനാർ എത്ര നിലയുണ്ട്? 5 നില. 1 2 3 4 5 5 സ്റ്റോറീസ് ആണ് ആർക്ക് പറഞ്ഞത്? കുത്തബ് മിനാറിന് വരുന്നത്. എത്ര സ്റ്റോറി ഉണ്ട്? 5 സ്റ്റോറി കേട്ടോ. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ കുത്തബ് മിനാറിൻ്റെ നിർമ്മിതി. നമുക്ക് ഡൽഹിയിലാണ് ഈ ബിൽഡിംഗ് ഇരിക്കുന്നത്. ഇതിൻ്റെ നിർമ്മിതി നോക്കിയാൽ നമുക്ക് മനസ്സിലാവാൻ പറ്റും. ഇത് കെട്ടിയത് 3 റൂളേഴ്സ് ഇതിൽ പങ്കുണ്ട് കേട്ടോ. അതായത് കുത്തബ് മിനാറിൻ്റെ ഫസ്റ്റ് സ്റ്റോറി, ഒന്നാമത്തെ നില കെട്ടിയത് നമ്മുടെ ഡൽഹി സുൽത്താൻ, ആദ്യത്തെ സുൽത്താനായ കുത്തുബുദ്ദീൻ ഐബക്കാണ്. നമ്മുടെ കുത്തുബുദ്ദീൻ ഐബക്കാണ് കുത്തബ് മിനാറിൻ്റെ ഫസ്റ്റ് സ്റ്റോറി എന്ത് ചെയ്തത്? ബിൽഡ് ചെയ്തത്. എന്നാൽ കുത്തബ് മിനാറിൻ്റെ 2ാമത്തെയും 3ാമത്തെയും 4ാമത്തെയും നില കെട്ടിയത് പിന്നീട് വന്ന ഇൽത്തുമിഷ് എന്ന് പറയുന്ന നമ്മുടെ ഡൽഹി സുൽത്താന. ഇൽത്തുമിഷ് 2 3 4. ദെൻ കുത്തബ് മിനാറിൻ്റെ 5ാമത്തെ നില കെട്ടിയത് പിന്നീട് വന്ന തുഗ്ലക്കിലെ ഫിറോസ് ഷാ തുഗ്ലക്കാണ് 5th സ്റ്റോറി കെട്ടിയത് കേട്ടോ. ഫസ്റ്റ് സ്റ്റോറി കുത്തുബുദ്ദീൻ ഐബക്ക്, 4ാമത്തെ നില വരെ എത്തിച്ചത് ആരാ? ഇൽത്തുമിഷ്. 5th സ്റ്റോറി 5ാമത്തെ നില കെട്ടിയത് ആരാണ്? ഫിറോസ് ഷാ തുഗ്ലക്കാണ്. അങ്ങനെ എത്ര സ്റ്റോറി ഉണ്ട് കുത്തബ് മിനാറിന്? 5 സ്റ്റോറികൾ, 5 നിലയാണ് എന്തിനുള്ളത്? കുത്തബ് മിനാറിനുള്ളത്. എവിടെ ഇരിക്കുന്ന കുത്തബ് മിനാർ? നമ്മുടെ ഡൽഹിയിലാണ് ഈ കുത്തബ് മിനാർ. 238 ഫീറ്റ് അടി, 72.5 മീറ്റർ ഉയരമുള്ള ഒരു ഇൻഡോ ഇസ്ലാമിക് വാസ്തുശില്പം. അവർക്ക് ചോദിച്ചേട്ടാ, എന്ത് ആർക്കിടെക്ചറാണ്? ഇൻഡോ ഇസ്ലാമിക് സ്റ്റൈലിൽ കെട്ടിയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് കൂടിയാണ് ഇത് നമ്മുടെ കുത്തബ് മിനാർ എന്ന് പറയുന്ന ഈ ഒരു ബിൽഡിംഗ് കേട്ടോ. യുനെസ്കോയുടെ ഹെറിറ്റേജ് സൈറ്റാണ്. ഇനി നമുക്കിത് ഈ കുത്തബ് മിനാർ ഒരു കോംപ്ലക്സ് ആണ്. ഈ കോംപ്ലക്സിൻ്റെ അകത്ത് നമുക്ക് വേറെയും 1-2 ബിൽഡിംഗ് കാണാൻ പറ്റും. അതിൽ ഏറ്റവും പ്രധാന ബിൽഡിംഗ് ആണ് നമ്മുടെ കുത്തബ് മിനാർ കോംപ്ലക്സിൻ്റെ അകത്തിരിക്കുന്ന കുവത്ത് ഉൽ ഇസ്ലാം പള്ളി, നമ്മുടെ കുവത്തുൽ ഇസ്ലാം മോസ്ക് കേട്ടോ. ഡൽഹിയിൽ തന്നെ ഈ കോംപ്ലക്സിലിരിക്കുന്ന ഒരു പള്ളിയാണ് കുവത്തുൽ ഇസ്ലാം. കുവത്തുൽ ഇസ്ലാം കിട്ടിയത് നമ്മുടെ കുത്തുബുദ്ദീൻ ഐബക്ക. നമ്മുടെ കുത്തുബുദ്ദീൻ ഐബക്കാണ് കുവത്തുൽ ഇസ്ലാം പള്ളി നിർമ്മിച്ചത്. കുത്തബ് മിനാർ കോംപ്ലക്സിലിരിക്കുന്ന ഒരു ബിൽഡിംഗ്. 2ാമത്തെ ബിൽഡിംഗ് ആണ് കുത്തബ് മിനാർ. ഒരു എൻട്രൻസ് ഉണ്ട് കുത്തബ് മിനാറിൻ്റെ എൻട്രൻസിൻ്റെ പേരാണ് അലൈ ദർവാസ എന്ന് പറയും. ഏതാണ്? അലൈ ദർവാസ. നമ്മുടെ കുത്തബ് മിനാറിൻ്റെ എൻട്രൻസ് ആണ് ഇത് അലൈ ദർവാസ എന്ന് പറയുന്നത്. ഇത് കിട്ടിയത് നമ്മുടെ അലാവുദ്ദീൻ ഖിൽജി ആണ് കേട്ടോ. നമ്മുടെ അലാവുദ്ദീൻ ഖിൽജി ആണ് ഈ അലൈ ദർവാസ നിർമ്മിച്ചത് കേട്ടോ. ദെൻ 3ാമത്തത് ഒരു അയൺ പില്ലറാണ് കേട്ടോ. നമ്മുടെ കുത്തബ് മിനാറിൽ ഒരു അയൺ പില്ലറുണ്ട്. ആ പില്ലറിൻ്റെ പേരാണ് മെഹ്റൗളി പില്ലർ ഇൻസ്ക്രിപ്ഷൻ എന്ന് പറയും. ഏതാടാ? മെഹ്റൗളി പില്ലർ കേട്ടോ. നമ്മുടെ ഗുപ്ത രാജാവായ ചന്ദ്രഗുപ്ത സെക്കൻഡിൻ്റെ, ചന്ദ്രഗുപ്ത 2ാമനെന്ന് പറഞ്ഞാൽ ആരാ? നമ്മുടെ വിക്രമാദിത്യനാണ് അല്ലേ. നമ്മുടെ വിക്രമാദിത്യ രാജാവിൻ്റെ അച്ചീവ്മെൻറ്റ്, വിക്രമാദിത്യൻ്റെ യഥാർത്ഥ പേരാണ് ചന്ദ്രഗുപ്ത സെക്കൻഡ്. ഇദ്ദേഹത്തിൻ്റെ അച്ചീവ്മെൻറ്റിനെ പറ്റി പറയുന്ന ഒരു അയൺ പില്ലർ എവിടെ ഇരിപ്പുണ്ട്? ഈ കുത്തബ് മിനാർ കോംപ്ലക്സിൽ ഡൽഹിയിൽ ഇരിപ്പുണ്ട്. ആ പില്ലറിൻ്റെ പേരാണ് മെഹ്റൗളി പില്ലർ ഇൻസ്ക്രിപ്ഷൻ എന്ന് പറയും. അപ്പോൾ അതും ഇതേ കോംപ്ലക്സിലായിരിക്കുന്നു. അപ്പോൾ എന്തൊക്കെയാണ് ഈ കോംപ്ലക്സിലിരിക്കുന്നത്? 1 കുത്തബ് മിനാർ, 2 കുവത്തുൽ ഇസ്ലാം പള്ളി, 3 ഇതിൻ്റെ എൻട്രൻസ് അലാവുദ്ദീൻ ഖിൽജി കെട്ടിയ ഏത്? അലൈ ദർവാസ. ദെൻ 3ാമത്തത് ഏൻഷ്യൻ്റ് ടൈമിൽ അവിടെ കെട്ടിയ ഒരു അയൺ പില്ലറിൻ്റെ പേരെന്താ? മെഹ്റൗളി പില്ലർ ഇൻസ്ക്രിപ്ഷൻ. അയാളുടെ അച്ചീവ്മെൻറ്റാണ് പറയുന്നത് നമ്മുടെ ചന്ദ്രഗുപ്ത സെക്കൻഡ് ആരാ? വിക്രമാദിത്യൻ. അദ്ദേഹത്തിൻ്റെ അച്ചീവ്മെൻറ്റിനെ പറ്റി പറയുന്ന അയൺ പില്ലർ. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റിലോട്ട് പോയാലോ. നമ്മുടെ അടുത്ത ചോദ്യം: ഇൻ ദ ബാറ്റിൽ ഓഫ് സ്വാലി, the British fought against the
ആരാണ്? ബാറ്റിൽ ഓഫ് സ്വാലി നമ്മുടെ ഒരു പ്രധാനപ്പെട്ട യുദ്ധമാണ് സ്വാലി യുദ്ധം എന്ന് പറയുന്നത്. നമ്മുടെ സൂരറ്റിൽ വെച്ച് AD 612 നടന്ന ഒരു യുദ്ധമാണ് ബാറ്റിൽ ഓഫ് സ്വാലി. ഏത് വർഷമാണ്? 1612. ഇന്നത്തെ ഗുജറാത്തിലെ സൂരറ്റിൽ വെച്ച് നടന്ന യുദ്ധമാണ് ഇത്. ബ്രിട്ടീഷും പോർച്ചുഗീസുകാരും തമ്മിൽ ഇന്ത്യയിൽ നടന്ന ഒരു യുദ്ധമാണ് ഏത്? ഈ ബാറ്റിൽ ഓഫ് സ്വാലി എന്ന് പറഞ്ഞ യുദ്ധം. ഏത് വർഷം? 1612 ഈ ഒരു യുദ്ധം നടക്കുന്നത്. 1612 ബാറ്റിൽ ഓഫ് സ്വാലി എന്ന യുദ്ധം കേട്ടോ. അപ്പോൾ ഇന്ത്യൻ ചരിത്രത്തിൽ ബ്രിട്ടീഷുകാരും പോർച്ചുഗീസുകാരും തമ്മിൽ ഒരൊറ്റ യുദ്ധമാണ് ഇന്ത്യയിൽ വെച്ച് നടന്നത്. ഈ ഒരു സ്വാലി യുദ്ധമാണ്. യുദ്ധത്തിൽ ആര് തോക്കും? പോർച്ചുഗീസ് പരാജയപ്പെടും. അങ്ങനെ ഈ 1612 സ്വാലി യുദ്ധം ജയിച്ച് തൊട്ടടുത്ത വർഷം അതേ സൂരറ്റിൽ 1613 ഫസ്റ്റ് ഫാക്ടറി എന്ത് ചെയ്യാണ്? ഇന്ത്യയിൽ ഇടുകയാണ് അല്ലേ? ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഫസ്റ്റ് ഫാക്ടറി ഇട്ട വർഷം ഏതാടാ? 1613 അല്ലേ? എവിടെ ഇട്ടത്? സൂരറ്റിലല്ലേ ഇട്ടത്? 13. അതിന് മുമ്പ് 12 സൂരറ്റിൽ വെച്ച് പോർച്ചുഗീസുകാർക്കെതിരെ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? ഒരു യുദ്ധം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പേരാണ് ദ ബാറ്റിൽ ഓഫ് സ്വാലി എന്ന് പറയുന്ന യുദ്ധം. അപ്പോൾ ഇന്ത്യൻ ചരിത്രത്തിൽ ബ്രിട്ടീഷും ഫ്രഞ്ചും തമ്മിൽ കുറച്ച് പ്രധാന യുദ്ധം നടന്നിട്ടുണ്ടല്ലേ? നമ്മുടെ ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രധാന യുദ്ധമാണ് കർണാട്ടിക് വാസ് എന്ന് പറയുന്നത് അല്ലേ? കർണാട്ടിക് യുദ്ധങ്ങൾ അല്ലേ? കർണാട്ടിക് യുദ്ധങ്ങൾ ആരൊക്കെ തമ്മിലാ? ബ്രിട്ടീഷ് vs ഫ്രഞ്ച്. ബ്രിട്ടീഷും ഫ്രഞ്ചുകാരും തമ്മിൽ ഇന്ത്യയിൽ നടന്ന യുദ്ധമാണ് ഏത്? കർണാട്ടിക് യുദ്ധം. ഒരു 3 കർണാട്ടിക് യുദ്ധങ്ങളുണ്ടല്ലേ? ഫസ്റ്റ് കർണാട്ടിക്, സെക്കൻഡ് കർണാട്ടിക്, തേർഡ് കർണാട്ടിക്. ദെൻ അതുപോലെ തന്നെ ബ്രിട്ടീഷും ഫ്രഞ്ചും തമ്മിൽ ഇന്ത്യയിൽ നടന്ന വളരെ പ്രധാനപ്പെട്ട മറ്റൊരു യുദ്ധമാണ് തേർഡ് കർണാട്ടിക്കിൻ്റെ ഭാഗമായി നടന്ന വാണ്ടിവാഷ് യുദ്ധം. വാണ്ടിവാഷ് 1716 ഇമ്പോർട്ടൻ്റ് ആണ്. വാണ്ടിവാഷ് എക്സാമിന് ചോദിക്കും. ഏത് വർഷമാണ് വാണ്ടിവാഷ് യുദ്ധം? 1760 വാണ്ടിവാഷ് യുദ്ധം. ആരൊക്കെ തമ്മിലാണ്? ഫ്രഞ്ച് vs ബ്രിട്ടീഷ്. ഫ്രഞ്ചും ബ്രിട്ടീഷും തമ്മിൽ നടന്ന മറ്റൊരു പ്രധാനപ്പെട്ട യുദ്ധമാണ് ഏത്? വാണ്ടിവാഷ് യുദ്ധം. ഏത് വർഷമാണ്? 1760 വാണ്ടിവാഷ് യുദ്ധം നടന്നത്. ആരൊക്കെ തമ്മിൽ? ഫ്രഞ്ചും ബ്രിട്ടീഷുകാരും തമ്മിൽ നടന്ന വാണ്ടിവാഷ് യുദ്ധം. ഓക്കെ, ദെൻ അടുത്ത ദിവസത്തിലോട്ട് പോയാലോ? നമ്മുടെ അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഹാരപ്പൻ സൈറ്റ്സ് ഇൻ ഹരിയാന? ഇതിലേത് സൈറ്റാണ് ഹരിയാനയിൽ സ്ഥിതി ചെയ്യുന്നത്? ഹരിയാനയിലെ ഹാരപ്പൻ സൈറ്റ്. സോ നമ്മുടെ ഇൻഡസ് വാലി സിവിലൈസേഷനിൽ നിന്നും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണല്ലേ. സോ ഏതാ നോക്കടാ? ഹരിയാന. ഇപ്പോൾ കാലിബംഗാൻ എവിടെയാ? കാലിബംഗാൻ നമ്മുടെ രാജസ്ഥാനിലാണല്ലേ? നമ്മുടെ രാജസ്ഥാനിലാണ് കാലിബംഗാൻ. ലോത്തലോ നമ്മുടെ പോർട്ട് സിറ്റി ആണല്ലേ? നമ്മുടെ ഇൻഡസ് വാലിയുടെ പോർട്ട് സിറ്റി. പോർട്ടായതുകൊണ്ട് തന്നെ കടലുള്ള സ്ഥലത്തല്ലേ വരൂ. അപ്പോൾ എവിടെയാ? ഗുജറാത്തിൽ. നമ്മുടെ ഗുജറാത്തിലാണ് ലോത്തൽ. രാഗി ഗർഗി, യെസ്, രാഗി ഗർഗി ഇൻഡസ് വാലി സിവിലൈസേഷനിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് സൈറ്റാണ്. അതെവിടെയാണ് വരുന്നത്? ഹരിയാനയിൽ. യെസ്, കറക്റ്റാണ്. അപ്പോൾ ആൻസർ ഏതാ? ഓപ്ഷൻ സി, രാഗി ഗർഗിയാണ്. ഇൻഡസ് വാലിയിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് സൈറ്റാണ് ആര്? രാഗി ഗർഗി. എവിടെയാണ് പറഞ്ഞത്? ഹരിയാനയിലാണ് പറഞ്ഞത്. ഇതിനടുത്ത് ഡോളാവീര അല്ലേ? എവിടെയാണ് നമ്മുടെ ഡോളാവീര പറഞ്ഞതെന്നറിയോ? നമ്മുടെ ഗുജറാത്തിലാണ്. നമ്മുടെ ഗുജറാത്തിലിരിക്കുന്ന, അതും യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ വരുന്ന ഒരു സൈറ്റാണ് ആര്? ഗുജറാത്തിലെ ഡോളാവീര എന്ന് പറയുന്നത്. ഡോളാവീര ഗുജറാത്തിലാണ് ഡോളാവീര. യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ വരുന്ന ഒരു സ്ഥലമാണ് ഏത്? ഡോളാവീര എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ ഈ ഹരിയാനയിൽ വേറെയും 2 സൈറ്റ് ഉണ്ടല്ലോ രാഗി ഗർഗി അല്ലാതെ. ഏതൊക്കെയാ? ഒന്ന് രാഗി ഗർഗി, രണ്ടത് ബിർദാനയാണല്ലേ? ബിർദാന സൈറ്റ്, ബിർദാന. ദെൻ മൂന്നാമത്തത് നമ്മുടെ ഏതാണ്? ബനാവലി. അങ്ങനെ 3 സൈറ്റ് ഉണ്ട്. ഏതൊക്കെ? ബിർദാന, ബനാവലി, രാഗി ഗർഗി. അങ്ങനെ 3 സൈറ്റാണ് അവിടെ പറഞ്ഞ ഹരിയാനയിൽ പറഞ്ഞത്. ഗുജറാത്തിലാണെങ്കിലോ? ഗുജറാത്തിൽ ലോത്തൽ, ഡോളാവീര, ഒന്നുകൂടെ ഉണ്ടല്ലേ ഗുജറാത്തിൽ. ഏതാ ഗുജറാത്തിൽ? സുർക്കോത്താട. ഗുജറാത്തിലെ സുർക്കോത്താട. അങ്ങനെ 3 സൈറ്റാണ് അവിടെ പറഞ്ഞത് ഗുജറാത്തിൽ വരുന്നത്. സോ നമ്മുടെ ഈ ഇൻഡസ് വാലിയേഷൻ്റെ സൈറ്റ് ഇങ്ങനെ സ്റ്റേറ്റ് വെച്ച് നമുക്ക് എന്ത് ചെയ്യും? ചോദിക്കാറുണ്ട്. അതുപോലെ ഒരു സൈറ്റ് പഞ്ചാബിലുണ്ട്. പഞ്ചാബിലെ സൈറ്റാണ് ആര്? പഞ്ചാബിൽ ഇൻഡസ് വാലിയുടെ സൈറ്റാണ് രൂപർ എന്ന് പറയും. ഏതാണ്?
രൂപർ. രൂപർ എവിടെയാണ്? പഞ്ചാബിലാണ് രൂപർ എന്ന സൈറ്റ് വരുന്നത്. എവിടെയാണ്? പഞ്ചാബിൽ. ഓക്കെ, സോ അടുത്ത ചോദ്യത്തിലോട്ട് പോയാലോ? നമ്മുടെ അടുത്ത ചോദ്യം ഇതാണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഓർഗനൈസേഷൻ വാസ് ലാല ഹർദയാൽ അസോസിയേറ്റഡ്? ഏത് സംഘടനയെ ബന്ധപ്പെട്ടാണ് ലാല ഹർദയാൽ വരുന്നത്? ലാല ഹർദയാൽ ഏതാണ്? നമ്മുടെ ലാല ഹർദയാൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ഏത് സംഘടനയാണ്? യെസ്, ഏതാണ്? നമ്മുടെ ഗദ്ദാർ പാർട്ടി അല്ലേ? ഏത് പാർട്ടിയാണ്? നമ്മുടെ ഗദ്ദാർ പാർട്ടി. ഓപ്ഷൻ സി അല്ലേ, ഗദ്ദാർ പാർട്ടി. ഏത് വർഷമാണ് ഗദ്ദാർ പാർട്ടി രൂപീകരിച്ചത്? 1913. 1913 രൂപീകരിച്ച എന്താണ് ഒരു സംഘടനയാണ് ഇത്? ഗദ്ദാർ പാർട്ടി എന്ന് പറയുന്നത്. കേട്ടോ, ഗദ്ദാർ പാർട്ടി എവിടെയാണ്? 1913 എവിടെയാണ് രൂപീകരിച്ചതെന്ന് അറിയോ? ഗദ്ദാർ പാർട്ടി രൂപീകരിച്ച സ്ഥലം നമ്മുടെ അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോ. കേട്ടോ, അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോയിലാണ് എന്ത് രൂപീകരിച്ചത്? ഗദ്ദാർ പാർട്ടി രൂപീകരിച്ചത്. കേട്ടോ, ഗദ്ദാർ പാർട്ടി രൂപീകരിച്ച സ്ഥലം ഏതാണ്? അമേരിക്കയിലെ ഏതാണ്? സാൻ ഫ്രാൻസിസ്കോ. അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോയിലാണ് ഗദ്ദാർ പാർട്ടി എന്ത് ചെയ്തത്? രൂപീകരിച്ചത്. ഏത് വർഷം? 1913 എന്ത് രൂപീകരിക്കുന്നത്? ഗദ്ദാർ പാർട്ടി രൂപീകരിച്ചത്. ആരാ ഫൗണ്ടർ എന്ന് ചോദിച്ചാൽ ഒരുപാട് ചോദിച്ചിട്ടുണ്ട്. ആരാ ഫൗണ്ടർ നമ്മുടെ ആരാണ്? ലാല ഹർദയാൽ. ലാല ഹർദയാലാണ് ഗദ്ദാർ പാർട്ടിയുടെ എന്താണ്? സ്ഥാപകൻ. ഓക്കെ, അതുപോലെ അടുത്തൊരു സംഘടനയാണ് നമ്മുടെ ഈ ഓപ്ഷൻ എ. ഏത്? ഇന്ത്യൻ ഹോം റൂൾ സൊസൈറ്റി എന്ന് പറയുന്നത്. ഇന്ത്യൻ ഹോം റൂൾ സൊസൈറ്റി ഏത് വർഷമാണെന്നറിയോ? ഇന്ത്യൻ ഹോം റൂൾ സൊസൈറ്റി രൂപീകരിച്ചത് 1905. അതും ലണ്ടനിൽ രൂപീകരിച്ച ഒരു സംഘടനയാണ്. കേട്ടോ, 1905 ലണ്ടനിൽ രൂപീകരിച്ച ഒരു സംഘടനയാണ് ഏത്? ഇന്ത്യൻ ഹോം റൂൾ സൊസൈറ്റി എന്ന് പറയുന്നത്. ഇതിൻ്റെ സ്ഥാപകൻ എന്ന് പറയുന്നത് ഷ്യാംജി കൃഷ്ണവർമ്മയാണ് ഇതിൻ്റെ സ്ഥാപകൻ. കേട്ടോ, ആരൊക്കെയാണ്? ഷ്യാംജി കൃഷ്ണവർമ്മയാണ് എന്തിൻ്റെ സ്ഥാപകൻ? നമ്മുടെ ഇന്ത്യൻ ഹോം റൂൾ സൊസൈറ്റിയുടെ സ്ഥാപകൻ എന്ന് പറയുന്നത്. ഏത് വർഷം? 1905 എവിടെയാ? ലണ്ടനിൽ രൂപീകരിച്ച ഒരു സംഘടന. ആരാ ഫൗണ്ടർ? ചോദിക്കട്ടെ, ആരാ ഫൗണ്ടർ? ഷ്യാംജി കൃഷ്ണവർമ്മ. അതുപോലെ മറ്റൊന്നാണ് ഓപ്ഷൻ ബി, സ്വരാജ് പാർട്ടി. നമ്മുടെ 1923 രൂപീകരിച്ച ഒരു സംഘടനയാണ് സ്വരാജ് പാർട്ടി. ആരാ ഫൗണ്ടർ? CR ദാസ് അല്ലേ? നമ്മൾ ദേശ് ബന്ധു അല്ലേ? CR ദാസിൻ്റെ നിക് നെയിമാണ് ഇത്. ഇപ്പോൾ ഇടയ്ക്ക് CGL എക്സാമിന് ചോദിച്ചതാണ്. ഹു ഈസ് നോൺ ആസ് ദേശ് ബന്ധു? ദേശ് ബന്ധു ആരാ? CR ദാസിനെയാണ് ദേശ് ബന്ധു എന്ന് വിളിക്കപ്പെടുന്നത്. CR ദാസും നമ്മുടെ മോത്തിലാൽ നെഹ്റുവും ചേർന്ന് രൂപീകരിച്ച ഒരു സംഘടനയാണ് ഏത്? നമ്മുടെ സ്വരാജ് പാർട്ടി എന്ന് പറയുന്നത്. വർഷം 1923 സ്വരാജ് പാർട്ടി എന്ത് ചെയ്തത്? രൂപീകരിച്ചത്. കേട്ടോ, ആ സ്വരാജ് പാർട്ടി രൂപീകരിച്ചത് നമ്മുടെ CR ദാസ് വിളിക്കുന്ന പേരാണ് ദേശ് ബന്ധു എന്ന് പറയും. അതുപോലെ മറ്റാണ് ഇന്ത്യൻ അസോസിയേഷൻ. നമ്മുടെ 1876 രൂപീകരിച്ച ഒരു സംഘടനയാണ് ഇന്ത്യൻ അസോസിയേഷൻ എന്ന് പറയും. അത് ബംഗാളിലാണ്. നമ്മുടെ ബംഗാളിലെ കൽക്കട്ടയിൽ 1876 രൂപീകരിച്ച സംഘടന ഇന്ത്യൻ അസോസിയേഷൻ. ഫൗണ്ടർ നമ്മളിപ്പോൾ MDS എക്സാമിന് ചോദിച്ചതാണ്. നമ്മുടെ സുരേന്ദ്രനാഥ് ബാനർജിയാണ് ഇന്ത്യൻ അസോസിയേഷൻ്റെ സ്ഥാപകൻ. കേട്ടോ, നമുക്ക് എപ്പോഴും ഈ ഓർഗനൈസേഷൻസ് എക്സാമിന് സ്ഥിരമായി ചോദിക്കാറുണ്ട്. എസ്പെഷ്യലി ഒരു സംഘടന തരും, ഒന്നല്ലെങ്കിൽ ഏത് വർഷമെന്നായിരിക്കും ചോദിക്കുന്നത്, അല്ലെങ്കിൽ എവിടെയാണ് സ്ഥലം, അല്ലെങ്കിൽ ചോദിക്കും ആരാണ് സ്ഥാപകൻ. സോ നമ്മുടെ ഈ ഓപ്ഷൻസിലുള്ള ഇത്രയും സംഘടനകൾ അടിച്ചിരിക്കുക. ഇവരിതൊക്കെ റിപ്പീറ്റഡ് ചോദിക്കുന്നത്. ഇപ്പോൾ ഗദ്ദാർ പാർട്ടിയൊക്കെ സ്ഥിരം ചോദിക്കും. ഇന്ത്യൻ അസോസിയേഷൻ ഇപ്പോൾ MDSന് ചോദിച്ചതാണ്. ഇന്ത്യൻ അസോസിയേഷൻ്റെ സ്ഥാപകൻ ആര്? സ്വരാജ് പാർട്ടിയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യൻ ഹോം റൂൾ സൊസൈറ്റിയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഏത് വർഷം, എവിടെ, ആര്? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയാലോ? നമ്മുടെ അടുത്ത ചോദ്യം ഇതാണ്. Which Governor General of India abolished the Sati system in 1829 by declaring it's an offense? അത് നമ്മുടെ സതി അല്ലേ? അതായത് ഹിന്ദു മതപ്രകാരം ഒരു സ്ത്രീയുടെ ഭർത്താവ് മരിച്ചാൽ
അവരുടെ ഭാര്യ ആ പുരുഷൻ്റെ ഭർത്താവിൻ്റെ ചിതയിൽ ചാടി ആത്മഹത്യ ചെയ്യണം. അത് നമ്മുടെ സതീ സിസ്റ്റം നമ്മുടെ വേദകാലഘട്ടത്തിൽ ആരംഭിച്ച ഒരു ആചാരമായിരുന്നു അല്ലേ. ആചാരം എന്ന് പറഞ്ഞാൽ ദുരാചാരമായിരുന്നു സതി. അത് നിരോധിച്ച വർഷം ഇതാണ് 1829 സതി നിരോധിച്ചത്. അത് നിരോധിച്ച ഗവർണർ ജനറൽ ആരെന്നാണ് നമ്മുടെ ചോദ്യം. സോ ആൻസർ നമുക്ക് എല്ലാവർക്കും അറിയാം, ഓപ്ഷൻ ബി വില്യം ബെൻഡിക് ആണ്. നമ്മുടെ ലോർഡ് വില്യം ബെൻഡിക് ആണ് ഏത് വർഷം 1829 എന്ത് നിരോധിക്കുന്നത്? സതി നിരോധിച്ചത്. ഹൂ അബോളിഷ്ഡ് സതി? ആദ്യ സതി നിരോധിച്ചത് വില്യം ബെൻഡിക്. ഏത് വർഷം? 1829 അല്ലേ. അതുപോലെ ഈ സതി നിരോധിക്കുന്നതിന് നമ്മുടെ വില്യം ബെൻഡിക്കിനെ പ്രധാനമായും സഹായിച്ച സോഷ്യൽ റിഫോമർ ആരും ചോദിക്കും. ഏത് സോഷ്യൽ റിഫോമറാണ് പുള്ളിയെ സഹായിച്ചത്? നമ്മുടെ രാജാറാം മോഹൻ റോയ് ആണ് അല്ലേ. നമ്മുടെ രാജാറാം മോഹൻ റോയ് ആണ് പ്രധാനമായും ആരെ സഹായിച്ചത്? വില്യം ബെൻഡിക്കിനെ സഹായിച്ചത്. അതും രാജാറാം മോഹൻ ഒരു സംഘടനയുമുണ്ട്. 1828 വർഷം ശ്രദ്ധിച്ചോ, 1828 നമ്മുടെ ബംഗാളിൽ രാജാറാം മോഹൻ റോയ് ആരംഭിച്ച ഒരു സംഘടനയാണ് ബ്രഹ്മ സമാജ് എന്ന് പറയുന്നത്. സോ ഇൻ വിച്ച് ഇയർ ബ്രഹ്മ സമാജ് ഫൗണ്ട്? ഏത് വർഷമാണ് ബ്രഹ്മ സമാജ് രൂപീകരിച്ചത്? 1828 ബ്രഹ്മ സമാജ് എവിടെയാ? ബംഗാളിൽ രൂപീകരിച്ചത്. ബ്രഹ്മസമാജം 1828 ബംഗാളിൽ ആരാ രൂപീകരിച്ചത്? രാജാറാം മോഹൻ റോയ് ആണ് രൂപീകരിച്ചത്. ഏത് വർഷം? 1828 കേട്ടോ. ദെൻ 19 എന്ത് നിരോധിക്കപ്പെടുന്നു? ഇന്ത്യയിൽ സതി നിരോധിക്കുന്നു. ഏത് വർഷം? 1829. ഓക്കെ. അതുപോലെ ഈ രാജാറാം മോഹൻ റോയ് സതി നിരോധിക്കുന്നതിന് വേണ്ടി പ്രധാനമായും ആരംഭിച്ചൊരു പത്രമാണ് സംവാദ് കൗമുദി എന്ന് പറയും. രാജാറാം മോഹൻ റോയുടെ ഒരു ന്യൂസ് പേപ്പറാണ് കേട്ടോ സംവാദ്. ഒരു ബംഗാളി വീക്കിലിയാണ് ഏത്? ഈ സംവാദ് കൗമുദി. അപ്പോൾ ചോദിക്കുമ്പോൾ ആരാണ് സംവാദ് കൗമുദി ന്യൂസ് പേപ്പർ തുടങ്ങിയെന്ന് ചോദിച്ചാൽ ആരാ? നമ്മുടെ രാജാറാം മോഹൻ റോയ് ആണ്. അതുപോലെ രാജാറാം മോഹൻ ഒരു പെർഷ്യൻ പത്രമാണ് മിററ്റ് ഉൽ അക്ബർ എന്ന് പറയുന്ന ന്യൂസ് പേപ്പർ. ഒരു പെർഷ്യനാണ്, ഒരു പെർഷ്യൻ ലാംഗ്വേജിലുള്ള, പെർഷ്യൻ ഭാഷയിലുള്ള ഒരു പത്രമായിരുന്നു മിററ്റ് ഉൽ അക്ബർ. അതിൻ്റെയും സ്ഥാപകൻ ആരാണ്? നമ്മുടെ രാജാറാം മോഹൻ റോയ് ആണ്. അപ്പം അദ്ദേഹത്തിൻ്റെ സഹായത്തിലാണ് 1829 ഇന്ത്യയിൽ എന്ത് നിരോധിക്കപ്പെടുന്നത്? സതി നിരോധിക്കപ്പെട്ടത്. ഓക്കെ. ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. സതി സ്ഥിരമായി ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യനോട്ട് പോയാലോ? അടുത്ത ചോദ്യം ഇതാണ്. In which of the following years did Mahatma Gandhi launched ചമ്പാരൻ സത്യാഗ്രഹം? വളരെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണല്ലേ, ഒരുപാട് തവണ റിപ്പീറ്റ് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് ഈ ചമ്പാരൻ സത്യാഗ്രഹം. ഏത് വർഷമാണ്? 1917 അല്ലേ. നമ്മുടെ 1917 ബീഹാറിലെ ഇൻഡിഗോ ഫാർമേഴ്സ് യൂറോപ്യൻസിനെതിരെ, ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ ഒരു പ്രധാനപ്പെട്ട ഒരു കർഷക സമരമാണ് ഏത്? ഈ ചമ്പാരൻ സത്യാഗ്രഹം. അപ്പോൾ ഇവിടെ നടന്നത് ബീഹാറിലെ എന്ത് ഫാർമേഴ്സ്? അവിടുത്തെ ഇൻഡിഗോ നീലം കർഷകർ ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ സമരമാണ് ഏത്? 17 ചമ്പാരൻ സത്യാഗ്രഹം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അതും എന്തിനെതിരെ? ഈ ബീഹാറിൽ ഈ ചമ്പാരൻ ഗ്രാമത്തിൽ നിലനിന്നിരുന്ന തിങ്കത്തിയ എന്ന് പറയുന്ന സിസ്റ്റത്തിനെതിരെ. എന്താണെന്നറിയോ ഈ തിങ്കത്തിയ സിസ്റ്റം എന്തെന്ന് വെച്ചാൽ ഈ ഗ്രാമത്തിലെ കർഷകരുടെ പ്രോപ്പർട്ടിയുടെ, ഇപ്പോൾ ഒരു കർഷകന് ഒരു സ്ഥലമുണ്ടെങ്കിൽ അയാളുടെ പ്രോപ്പർട്ടിയുടെ 23 പാർട്ടിൽ ബ്രിട്ടീഷുകാർക്ക് വേണ്ടി നിർബന്ധമായും ഇൻഡിഗോ കൃഷി അവരെന്ത് ചെയ്യണം. ഇപ്പോൾ ഒരു കർഷകന് ഒരു സ്ഥലമുണ്ടെങ്കിൽ അയാളുടെ 23 പാർട്ടിൽ നിർബന്ധമായും എന്ത് ചെയ്യണം? ഇൻഡിഗോ കൃഷി ചെയ്യണം. ആ ചൂഷണത്തിന്റെ പേരാണ് തിങ്കത്തിയ. ആ ചൂഷണത്തിനെതിരെ അവിടുത്തെ കർഷകർ നടത്തിയ ഒരു സമരമാണ് ഇത് ചമ്പാരൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഗാന്ധിയുടെ ജീവിതത്തിലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതാണ് ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ഫസ്റ്റ് സത്യാഗ്രഹ എന്ന് പറയുന്നത് കേട്ടോ. ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ ഫസ്റ്റ് സത്യാഗ്രഹം ഏതെന്ന് ചോദിച്ചാൽ ഏതാ? 17 ഈ ചമ്പാരൻ സത്യാഗ്രഹമാണ് കേട്ടോ. ഗാന്ധിജിയുടെയും ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? ചമ്പാരൻ സത്യാഗ്രഹ 1917 1917 ചമ്പാരൻ സത്യാഗ്രഹം. ഓക്കെ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ചമ്പാരൻ സത്യാഗ്രഹ എന്ന് പറയുന്നത്. നമ്മൾ ഒരുപാട് എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഒരുപാട് കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഏത്? ചമ്പാരൻ സത്യാഗ്രഹ എന്ന് പറയുന്നത്. ഓക്കെ.
ഞാൻ അടുത്ത ക്വസ്റ്റിലോട്ട് പോയാലോ? നമ്മുടെ അടുത്ത ചോദ്യം ഇതാണ്, ഹു വാസ് ദി ഫൗണ്ടർ ഓഫ് പാല ഡൈനാസ്റ്റി? ഈ തവണ CGL എന്താ ഇപ്പോൾ നമ്മുടെ CGL-നും ഇതിന് മുമ്പൊക്കെ CSL-നൊക്കെ ചോദിച്ചുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ പാല ഡൈനാസ്റ്റിയുടെ സ്ഥാപകൻ ആരാണ്? അടുത്തടാ പാലയുടെ ഫൗണ്ടർ, അത് ഓപ്ഷൻ ഡി ഗോപാലനാണ് കേട്ടോ. നമ്മുടെ ഇന്നത്തെ ബീഹാർ റീജിയയിൽ ഉണ്ടായിരുന്ന ഒരു ഡൈനാസ്റ്റിയാണ് ആര്? പാല ഡൈനാസ്റ്റി. അതിൻ്റെ ഫൗണ്ടർ എന്ന് പറയുന്നത് ആരാണ്? ഗോപാലനാണ് പാലവംശത്തിൻ്റെ സ്ഥാപകൻ. അതുപോലെ ഈ പാല ഡൈനാസ്റ്റിയിലെ ദ മോസ്റ്റ് ഫേമസ് റൂളറാണ് ഈ ധർമ്മപാലൻ. നമുക്ക് ധർമ്മപാലൻ ഇടയ്ക്കിടയ്ക്ക് എക്സാമിന് ക്വസ്റ്റ്യൻ കിട്ടാറുണ്ട്. ധർമ്മപാലൻ കെട്ടിയ യൂണിവേഴ്സിറ്റിയാണ് നമ്മുടെ ബീഹാറിലെ വിക്രമശില യൂണിവേഴ്സിറ്റി. അപ്പോൾ സീരിയം ക്വസ്റ്റ്യൻ ആണ്, ഹൂ ബിൽഡ് വിക്രമശില കെട്ടിയത് ആരാണ്? പാലയിലെ ധർമ്മപാലൻ. നമ്മുടെ ധർമ്മപാലൻ എന്ന രാജാവാണ് വിക്രംശില യൂണിവേഴ്സിറ്റി എവിടെ നിർമ്മിച്ചത്? നമ്മുടെ ബീഹാറിൽ നിർമ്മിച്ചത്. അതുപോലെ ഈ ഗോപാലനും ഒരു യൂണിവേഴ്സിറ്റി നിർമ്മിച്ചു, ഒരു ഏൻഷ്യൻ യൂണിവേഴ്സിറ്റി ഉണ്ട് കേട്ടോ നമ്മുടെ ബീഹാറിൽ തന്നെ, ഓദാന്തപുരി യൂണിവേഴ്സിറ്റി കേട്ടോ. ബീഹാറിലെ ഓദാന്തപുരി യൂണിവേഴ്സിറ്റി അത് ബിൽഡ് ചെയ്ത ആരാ? പാലയുടെ ഫൗണ്ടറായ ഗോപാലൻ കെട്ടിയ ഒരു യൂണിവേഴ്സിറ്റിയാണ്. അതിൽ ധർമ്മപാലൻ കെട്ടിയതാണ് വിക്രംശില. അതുപോലെ ഇന്ത്യയിലെ ഏറ്റവും ഏൻഷ്യൻ്റ് യൂണിവേഴ്സിറ്റി നമ്മുടെ നളന്ദയാണല്ലേ. ഹൂ ബിൽഡ് നളന്ദ? ബീഹാറിൽ തന്നെയാണ്. നമുക്ക് ബീഹാറിൽ തന്നെയാണ് ആരുള്ളത്? നളന്ദ ഇരിക്കുന്നതും. അതാണ് നളന്ദയാണ് ഇന്ത്യയിലെ ഏറ്റവും ഏൻഷ്യൻ്റ് യൂണിവേഴ്സിറ്റി. ഹൂ ബിൽഡ് നളന്ദ കെട്ടിയത് ഗുപ്ത രാജാവായ ആരാ? കുമാരഗുപ്തനാണ് അല്ലേ. ഗുപ്തവംശത്തിലെ കുമാരഗുപ്തൻ കെട്ടിയ യൂണിവേഴ്സിറ്റിയാണ് ഏത്? നളന്ദ എന്ന് പറയുന്നത്. ഹൂ ബിൽഡ് നളന്ദ? ആരാണ്? കുമാരഗുപ്തൻ. ഹൂ ബിൽഡ് വിക്രംശില? ആര്? ധർമ്മപാലൻ. ഹൂ ബിൽഡ് ഓദാന്തപുരി യൂണിവേഴ്സിറ്റി? ആരാണ്? ഗോപാലൻ. ആ ഗോപാലനാണ് എന്തിൻ്റെ സ്ഥാപകൻ? ഫൗണ്ടർ ഓഫ് പാല ഡൈനാസ്റ്റി. ഓക്കെ, എൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ പോയാലോ? നമ്മുടെ അടുത്ത ചോദ്യം, വെൻ വാസ് മുസ്ലിം ലീഗ് ഫൗണ്ടഡ്? നമ്മുടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് സംഘടനയാണ്, ഒന്ന് INC-യും അതുപോലെ മുസ്ലിം ലീഗും. നമുക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, ഫസ്റ്റ് ഓഫ് ഓൾ എപ്പോഴാണ് INC രൂപീകരിച്ചത്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ച വർഷം 1885 ഡിസംബർ 28 അല്ലേ. നമ്മുടെ 1885 ഡിസംബർ 28 എവിടെയാ രൂപീകരിച്ച സ്ഥലം? ബോംബെയിൽ അല്ലേ. നമ്മുടെ ബോംബെയിലാണ് രൂപീകരിച്ചത്. 1885 ഡിസംബർ 28 ബോംബെയിൽ. ആരാ സ്ഥാപകൻ? AO ഹ്യൂ, INC-യുടെ സ്ഥാപകൻ അല്ലേ. അതുപോലെ മുസ്ലിം ലീഗ് എന്താ രൂപീകരിച്ചത്? മുസ്ലിം ലീഗ് 1906 ഡിസംബർ 30. ഇത് ഡിസംബർ 28, ഇത് ഡിസംബർ 30. 1906 ഡിസംബർ 30 നമ്മുടെ ഇന്നത്തെ ബംഗ്ലാദേശിൻ്റെ ക്യാപിറ്റലായ ധാക്കയിലാണ് ഫൗണ്ട് ചെയ്ത സ്ഥലം. എവിടെയാണ് മുസ്ലിം ലീഗ് ഫൗണ്ട് ചെയ്യുന്നത് ചോദിച്ചാൽ ധാക്ക. വെന്നെന്ന് ചോദിച്ചാൽ 1906 ഡിസംബർ 30. ഇനി ആരൊക്കെയാണ് മുസ്ലിം ലീഗിൻ്റെ സ്ഥാപകർ? രണ്ട് പേര് നമുക്ക് പറയാം അല്ലേ. ഒന്ന് അഗാഖാനും രണ്ട് നവാബ് സലീമുള്ളയും അല്ലേ. നവാബ് സലീമുള്ളയും അഗാഖാനും ചേർന്നാണ് മുസ്ലിം ലീഗ് രൂപീകരിച്ചത്. ഏത് വർഷം? 1906 ഡിസംബർ 30 രൂപീകരിച്ചത്. INC എപ്പോഴാണ്? 1885 ഡിസംബർ 28 ബോംബെയിൽ. ആരാ സ്ഥാപകൻ? AO ഹ്യൂമാണ് സ്ഥാപകൻ. ഓക്കെ, ഈ INC മുസ്ലിം ലീഗ് നമുക്ക് സ്ഥിരമായ എക്സാമിന് പോയിന്റ് ഓഫ് വ്യൂ ചോദിക്കുന്നതാണ്, എവിടെ ഏത് വർഷം ആരാണ് ഫൗണ്ടർ എന്നുള്ള. സോ രണ്ടും ഇവിടെ തന്നെ കമ്പയർ ചെയ്ത് പഠിക്കുക, 28 ഡിസംബർ 30. ഓക്കെ, അടുത്ത പോയാലോ? നമ്മുടെ അടുത്ത ചോദ്യം, ഹൂ എമംഗ് ദ ഫോളോയിങ് ഡിഡ് ബാബർ ഡിഫീറ്റഡ് ഇൻ ദ ഇയർ 1528 അറ്റ് ചന്ദേരി? നമ്മുടെ ബാബർ ചെയ്ത വളരെ പ്രധാനപ്പെട്ട ഒരു യുദ്ധമാണ് ചന്ദേരി യുദ്ധം എന്ന് പറയുന്നത്. ഏത് വർഷം? 1528. അത് ബാബർ ആരെയാണ് തോൽപ്പിച്ചതെന്നാണ് നമ്മുടെ ചോദ്യം. സോ ബാബർ ഇന്ത്യയിൽ 4 വർഷങ്ങളിൽ, അത് 1826, 1827, 28, 29 കണ്ടിന്യൂസ് ആയി ഈ 4 യുദ്ധങ്ങളിലും ബാബർ ഒരു 4 യുദ്ധം ചെയ്തു. 4 വർഷങ്ങളിലായി 4 യുദ്ധം. ഏതൊക്കെയാണെന്ന് അറിയാമോ? നമ്മളതിൻ്റെ കോഡ് ഇങ്ങനെ പഠിക്കണം, PKCG കേട്ടോ. ബാബർ ചെയ്ത യുദ്ധങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഈ ഒരൊറ്റ വാക്ക് പഠിച്ചു വെച്ചാൽ മതി. ഓർഡർ PKCG, ബാബർ ചെയ്ത യുദ്ധം. P4 എന്താണ്? P എന്നറിയാമോ? P4 പാനിപത്ത്, ഫസ്റ്റ് പാനിപത്ത്, ഒന്നാം പാനിപത്ത്. P 26.
അടുത്ത് K4 എന്താ പറയുമോ, കൻവ, ബാറ്റിൽ ഓഫ് കൻവ 27. C4 ബാറ്റിൽ ഓഫ് ചന്ദേരി 28. നമ്മുടെ ക്വസ്റ്റ്യൻ അതാണ്, ചന്ദേരി. G4 എന്താ, ഗാഗ്ര യുദ്ധം, ഗാഗ്ര ആണ് PKCG. അപ്പോൾ ഇതിൽ ഏത് ക്വസ്റ്റ്യൻ ഇപ്പോൾ ചോദിക്കുകയാണ്, ഇൻ വിച്ച് ഇയർ ചന്ദേരി യുദ്ധം, ചന്ദേരി നടന്ന വർഷം. അപ്പോൾ ചന്ദേരി നമ്മുടെ എത്ര ലിറ്റർ, PKC 3ാമത്തെ. അപ്പോൾ 26, 27, 28. 28 ചന്ദേരി യുദ്ധം കറക്റ്റ്. ഇപ്പോൾ കൻവയാണ് ചോദിക്കുന്നത്, ബാറ്റിൽ ഓഫ് കൻവ നമ്മുടെ PK 2ാമത്തെ. അപ്പോൾ 2ാമത്തെ നമ്മൾ 26, 27. സോ ഈ ലെറ്റർ ഓർത്ത് വെച്ച് ഈ വർഷം 26, 27, 28, 29 ഓർത്ത് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, യുദ്ധവും വർഷവും കിട്ടും. ഇനി ഇതിൻ്റെ ഓപ്പോസിറ്റ് ആരൊക്കെയെന്ന് നോക്കാം. ഫസ്റ്റ് പാനിപ്പത്ത് ആരൊക്കെ തമ്മിലെന്നറിയാമോ, 1ാം പാനിപ്പത്ത് യുദ്ധം നമ്മുടെ ബാബറും, നമ്മൾ പഠിച്ചതാണ്, ഡൽഹി സുൽത്താൻമാരുടെ ഒരു വീഡിയോ ഞാൻ ചെയ്തതാണ്, അതിൽ പഠിച്ചതാണ് അല്ലേ. 1ാം പാനിപ്പത്ത് ബാബറും ഡൽഹിയിലെ അവസാനത്തെ സുൽത്താനായ ഇബ്രാഹിം ലോധിയും തമ്മിലായിരുന്നു അല്ലേ, ഫസ്റ്റ് പാനിപ്പത്ത് അല്ലേ, ഇബ്രാഹിം ലോധിയും ബാബറും. സെക്കൻഡ് കൻവയോ, ബാബറും രജപുത്ര രാജാവായ റാണാ സംഗയും തമ്മിൽ അല്ലേ, റാണാ സംഗയും ബാബറും തമ്മിലായിരുന്നു. ബാറ്റിൽ ഓഫ് കൻവ 27. ദെൻ 28 നമ്മുടെ ക്വസ്റ്റ്യൻ, ചന്ദേരി യുദ്ധം, ബാബറും. ഓപ്ഷൻ ഡി മേധനി റായി, ബാബറും മേധനി റായിയും തമ്മിലായിരുന്നു ഏത് യുദ്ധം, ദ ബാറ്റിൽ ഓഫ് ചന്ദേരി എന്ന് പറയുന്ന യുദ്ധം. ഏത് വർഷം, 1528 ചന്ദേരി യുദ്ധം. ആരൊക്കെ, ബാബറും മേദനി റായിയും തമ്മിൽ. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ, ഏതാ, ഓപ്ഷൻ ഡി. ഇനി ഒരു ഓപ്ഷൻ ഉണ്ടല്ലേ നമ്മുടെ ബാറ്റിൽ ഓഫ് ഗാഗ്ര, ബാബറും. ഓപ്ഷൻ ബി മുഹമ്മദ് ലോധി കേട്ടോ, 1929 ബാബറും മുഹമ്മദ് ലോധിയും തമ്മിൽ നടന്ന യുദ്ധമാണ് ഏത്, ബാറ്റിൽ ഓഫ് ഗാഗ്ര എന്ന് പറയുന്ന യുദ്ധം. ഏതാണ്, ഗാഗ്ര, PKCG. അതങ്ങ് ആ ലെറ്റർ അങ്ങ് ഓർത്താൽ മതി, PKCG, പാനിപ്പത്ത്, കൻവ, ചന്ദേരി, ഗാഗ്ര, 4 പ്രധാനപ്പെട്ട യുദ്ധങ്ങൾ. ഓക്കെ, അപ്പോൾ അടുത്തൊരു ക്വസ്റ്റിലോട്ട് പോയാലോ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഈ 4 യുദ്ധം പഠിച്ചു വയ്ക്കുക. നമുക്ക് ഇനിയും റിപ്പീറ്റഡ് ആയിട്ട് ഈ ക്വസ്റ്റ്യൻ വേറെയും പല എക്സാമിന് ഇതിൻ്റെ പല ടൈപ്പ് ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ അടുത്ത ലൈവ് സെഷനിലൊക്കെ ഇതേ ക്വസ്റ്റ്യൻ, ഇപ്പോൾ ഇതിന് കൻവ വരും, പാനിപ്പത്തൊക്കെ വരും. അപ്പോൾ നിങ്ങൾ ആൻസർ ചെയ്യണം കേട്ടോ. ഇപ്പോഴേ ഇത് പഠിച്ച് എന്ത് ചെയ്യുക, ഈ 4 യുദ്ധവും സെറ്റ് ചെയ്ത് വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ഹു വാസ് ദി മുഗൾ എംപറർ അറ്റ് ദി ടൈം ഓഫ് ബാറ്റിൽ ഓഫ് പ്ലാസി. നമ്മുടെ പ്ലാസി യുദ്ധം നേരത്തെ പറ്റുണ്ട്, പ്ലാസിയും ബക്സാറും എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സോ നമ്മൾ ബക്സാർ നേരത്തെ കണ്ടതാണല്ലേ, ബക്സാർ 1764 ആ സമയത്തെ മുഗൾ രാജാവും ആരും നമ്മൾ പഠിച്ചതാണ്, ആരാ, ഷാ ആലം രണ്ടാമൻ. പക്ഷേ ഈ ക്വസ്റ്റ്യൻ ഏതാ, പ്ലാസി ഏത് വർഷമാണ് ബാറ്റിൽ ഓഫ് പ്ലാസി, 1757 അല്ലേ. 1757 പ്ലാസി യുദ്ധം നടന്നത്. ആ സമയത്തെ മുഗൾ എംപറർ ആരെന്നായിരുന്നു നമ്മുടെ ചോദ്യം അല്ലേ. അപ്പോൾ പ്ലാസി യുദ്ധത്തിൽ മുഗൾസിന് ഡയറക്റ്റ് ആയിട്ട് ഒരു പങ്കുമില്ല. പ്ലാസി യുദ്ധം ആരൊക്കെ തമ്മിലായിരുന്നു, പ്ലാസി യുദ്ധം ബംഗാളിലെ നവാബായ സിറാജ് ഉദ് ദൗള അല്ലേ, ബംഗാളിലെ നവാബാണ് ആര്, സിറാജ് ദൗളയും VS ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണ്ടി റോബർട്ട് ക്ലൈവൻ തമ്മിലായിരുന്നു പ്ലാസി യുദ്ധം കേട്ടോ. പ്ലാസി യുദ്ധം ആരൊക്കെ തമ്മിലെന്ന് ചോദിച്ചാൽ ബംഗാളിൻ്റെ നവാബായ സിറാജ് ദൗളയും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണ്ടി റോബർട്ട് ക്ലൈവൻ തമ്മിൽ നടന്ന യുദ്ധമാണ് ഏത്, ഈ പ്ലാസി യുദ്ധം. പക്ഷേ ആ സമയത്ത് മുഗൾ എംപറർ നമ്മുടെ ഓപ്ഷൻ ഡി ആലംഗീർ രണ്ടാമനായിരുന്നു കേട്ടോ. പ്ലാസി യുദ്ധം നടന്ന സമയത്ത് മുഗൾ എംപറർ ആരായിരുന്നു, ആലംഗീർ സെക്കൻഡ് ആണ്. പക്ഷെ ആലംഗീർ സെക്കൻഡ് ഡയറക്റ്റ്ലി യുദ്ധത്തിലൊരു പങ്കുമില്ല. ആ സമയത്ത് മുഗൾ എംപറർ എന്നേ ഉള്ളൂ. യുദ്ധം ആരൊക്കെ തമ്മിലാണ്, ബംഗാളിലെ നവാബായ സിറാജ് ദൗളയും ആര്, റോബർട്ട് ക്ലൈവും തമ്മിലായിരുന്നു ഏത് യുദ്ധം, ദ ബാറ്റിൽ ഓഫ് പ്ലാസി. ഏത് വർഷം, 1757. കാരണം ഇതിൽ ശാലം രണ്ടാമൻ ഉണ്ടല്ലേ, ശാലം രണ്ടാമൻ ഏത് സമയത്തായിരുന്നു, ബക്സാർ യുദ്ധ സമയത്തായിരുന്നു ആര്, ഷാ ആലം രണ്ടാമൻ എന്ന് പറയുന്നത്. ഓക്കെ കേട്ടോ, പ്ലാസി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, വർഷം നോട്ട് ചെയ്ത് വെച്ചോ, 1757. അപ്പോൾ അടുത്ത ക്വസ്റ്റിലോട്ട് പോയാലോ. നമ്മുടെ അടുത്ത ചോദ്യം, ഹൂ എമംഗ് ദ ഫോളോയിങ് വാസ് അക്ബർസ് റവന്യൂ മിനിസ്റ്റർ. അക്ബറിൻ്റെ ധനകാര്യമന്ത്രി ആരാണ്? സോ അക്ബറിൻ്റെ നമുക്കറിയാം, അക്ബറിൻ്റെ കോർട്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അക്ബറിൻ്റെ കോർട്ടിൻ്റെ പേരാണ് നവരത്നാസ് എന്ന് പറയുന്നത് അല്ലേ, നവരത്നങ്ങൾ, 9 രത്നങ്ങൾ അല്ലേ. സോ അതിൽ ആരാണ് അക്ബറിൻ്റെ റവന്യൂ മിനിസ്റ്റർ എന്നാണ്. സോ സിമ്പിൾ ചോദ്യമാണ്, അക്ബറിൻ്റെ റവന്യൂ മിനിസ്റ്റർ രാജ തോഡർമല്ലാണ് അല്ലേ.
നമ്മുടെ രാജാ തോഡർമല്ലാണ് അക്ബറിൻ്റെ എന്താണ് റവന്യൂ മിനിസ്റ്റർ. അക്ബറിൻ്റെ ധനകാര്യമന്ത്രി, ഫിനാൻസ് മിനിസ്റ്റർ ആരാണ്? രാജാ തോഡർമൽ. ഇനിയിപ്പോൾ ഇതിൽ ബാക്കി ഓപ്ഷൻസും അക്ബറിൻ്റെ നഗരത്തിൽ പ്രധാനങ്ങളാണ്. ഇപ്പോൾ ടാൻസൻ ആരാ അക്ബറിൻ്റെ കോർട്ടിൽ? ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. അക്ബറിൻ്റെ മ്യൂസിഷ്യൻ, അക്ബറിൻ്റെ കോർട്ടിലെ സംഗീതജ്ഞനാണ് ആര്? മ്യൂസിഷ്യനാണ് ആര്? ടാൻസൻ എന്ന് പറയും, നമ്മുടെ ടാൻസൻ മിഷൻ. അപ്പോൾ ഇപ്പോൾ നമ്മുടെ CHL എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, ഈ ടാൻസൻ ഉപയോഗിക്കുന്ന മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് ഏതാണ്? ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് ഈ ടാൻസൻ ഉപയോഗിക്കുന്നുണ്ട്, അതെന്തെന്നായിരുന്നു നമ്മൾ ഇപ്പോൾ ചോദിച്ചത്. റബാബാണ് ടാൻസൻ ഉപയോഗിക്കുന്നത്. റബാബ് എന്ന് പറഞ്ഞാൽ നമ്മുടെ രുദ്രവീണ എന്ന് പറയും. വീണയല്ല, രുദ്രവീണയാണ്. രുദ്രവീണയാണ് റബാബ്. ഈ ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് ആര് ഉപയോഗിക്കുന്നത്? നമ്മുടെ ടാൻസൻ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ചോദിച്ചിട്ട്, ഇപ്പോൾ ഒരു എക്സാമിന് ചോദിച്ച ചോദ്യമാണ് കേട്ടോ. അപ്പോൾ അത് അക്ബറിൻ്റെ കോർട്ടിലെ സംഗീതജ്ഞനായിരുന്ന ആര്? ടാൻസൻ. ഇനി മാൻസിംഗ്, രാജാ മാൻസിംഗ് ആരെന്നറിയൂ? അക്ബറിൻ്റെ കോർട്ടിലെ മിർബാക്ഷി. മിർബാക്ഷി മീൻസ് സൈനിക തലവൻ. അക്ബറിൻ്റെ മിർബാക്ഷി, കമാൻഡർ, സൈനിക തലവനാണ് ആര്? രാജാ മാൻസിംഗ് എന്ന് പറയുന്ന മാൻസിംഗ്. അതുപോലെ ബീർബൽ അക്ബറിൻ്റെ പ്രൈം മിനിസ്റ്ററാണ്, അക്ബറിൻ്റെ പ്രധാനമന്ത്രി. അക്ബറിൻ്റെ പ്രൈം മിനിസ്റ്ററാണ് ആര്? ബീർബൽ. കേട്ടോ, ഫിനാൻസ് മിനിസ്റ്റർ രാജാ തോഡർമല്ലും പ്രൈം മിനിസ്റ്റർ ആരാണ്? ബീർബലുമാണ്. അതുപോലെ സംഗീതജ്ഞൻ ആരാ? ടാൻസൻ. അതുപോലെ അക്ബറിൻ്റെ കോർട്ടിൻ്റെ പേര് ഓർക്കുക, 9 പേരടങ്ങുന്ന നവരത്നാസ്. അക്ബറിൻ്റെ എന്താണ് കോർട്ടിൻ്റെ പേര്. ഓക്കെ, അതിനടുത്ത ക്വസ്റ്റിലോട്ട് പോയാലോ? നമ്മുടെ അടുത്ത ചോദ്യം ഇതാണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് വാസ് ദി ക്യാപിറ്റൽ ഓഫ് പല്ലവാസ്? പല്ലവാസിൻ്റെ തലസ്ഥാനം ഏതാണ്? പല്ലവ ഡൈനാസ്റ്റി ഏതാണ്? യെസ്, ഓപ്ഷൻ സി കാഞ്ചീപുരം അല്ലേ. നമ്മുടെ കാഞ്ചീപുരമാണ് പല്ലവാസിൻ്റെ ക്യാപിറ്റൽ. ഇത് ശരിക്കും പല്ലവാസിന് 2 ക്യാപിറ്റൽ ഉണ്ടല്ലേ. ശരിക്കും ഫസ്റ്റ് ക്യാപിറ്റലാണ് ഏത്? കാഞ്ചീപുരം. വേറെ സെക്കൻഡ് ക്യാപിറ്റൽ, രണ്ടാമതൊരു ക്യാപിറ്റൽ ഉണ്ടല്ലേ, അതാണ് നമ്മുടെ മഹാബലിപുരം, മാമല്ലപുരം അല്ലേ. മഹാബലിപുരം അഥവാ മറ്റൊരു പേരെന്താണ്? മാമല്ലപുരം എന്ന് പറയും. മഹാബലിപുരം അഥവാ മാമല്ലപുരം. ഹൂ ബിൽഡ് ഇറ്റ്? ആരാണ് ഈ മാമല്ലപുരം സിറ്റി കെട്ടിയത്? നരസിംഹവർമ്മ ഒന്നാമൻ. നരസിംഹവർമ്മ ഒന്നാമൻ എന്ന രാജാവാണ് എന്ത് കെട്ടിയത്? മഹാബലിപുരം സിറ്റി അഥവാ മാമല്ലപുരം എന്ന നഗരം കെട്ടിയത് അല്ലെ. അയാളുടെ പേരാ, നരസിംഹന്റെ ഒരു പേരാണ് മാമല്ലൻ. മാമല്ലൻ എന്ന് പറഞ്ഞാൽ എന്താ? ദ ഗ്രേറ്റ് റെസ്ലർ, ഗുസ്തിക്കാരൻ, മഹാമല്ലൻ പുള്ളിയുടെ പേരാണ്. പുള്ളി ഒരു വലിയൊരു ഗുസ്തിക്കാരനായിരുന്നു. പുള്ളിയുടെ പേരിൽ പുള്ളി ഉണ്ടാക്കിയ സിറ്റിയാണ് മാമല്ലപുരം, ഇന്നത്തെ മഹാബലിപുരം എന്ന് പറയുന്നത്. അത് പല്ലവാസിന്റെ 2ാമത്തെ ക്യാപിറ്റലാണ്. ഫസ്റ്റ് ക്യാപിറ്റൽ ഏതാണ്? കാഞ്ചീപുരമാണ്. ഇനി ഇതിൽ ബാക്കിയുള്ള നമുക്ക് നോക്കാം. മധുരൈ ഡൈനാസ്റ്റിയുടെ ക്യാപിറ്റലാണ്? മധുരൈ പാണ്ഡ്യാസിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ പാണ്ഡ്യന്മാരുടെ ക്യാപിറ്റലാണ് ഏത്? മധുരൈ എന്ന് പറയുന്നത്. അതുപോലെ ഏഹോളോ നമ്മുടെ ചാലുക്യ അല്ലേ. ചാലുക്യ ഡൈനാസ്റ്റിയുടെ, ചാലുക്യക്ക് ഏഹോളം ഉണ്ട്, അതുപോലെ വദാബിയും ഉണ്ട്. വദാബിയിലെ ചാലുക്യന്മാർ, വദാബി ഇന്നത്തെ പേരെന്താ? ബഡാമി എന്ന് പറയും അല്ലേ. അവരുടെ വേറൊരു ക്യാപിറ്റലാണ് ഏഹോൾ എന്ന് പറയുന്നത്. ഏഹോളും ഒരു പഴയ ക്യാപിറ്റൽ തന്നെയാണ് ആരുടെ? ചാലുക്യാസിൻ്റെ. പിന്നെ തഞ്ചാവൂർ ആരുടെയാ? തഞ്ചാവൂർ നമ്മുടെ ചോളാസിൻ്റെയാണ് അല്ലേ. ചോളന്മാരുടെ ക്യാപിറ്റൽ, ചോളന്മാരുടെ ക്യാപിറ്റലാണ് ഏത്? തഞ്ചാവൂർ. ഇത് എപ്പോഴും കുട്ടികൾക്ക് കൺഫ്യൂഷൻ വരുന്ന ക്വസ്റ്റ്യൻ ആണ് ഈ മധുരൈ, തഞ്ചാവൂർ, കാഞ്ചീപുരം ഒക്കെ കേട്ടോ, മാറിപ്പോവല്. മധുരൈ എന്ന് പറയുന്നത് പാണ്ഡ്യാസ്, തഞ്ചാവൂർ എന്ന് പറയുന്നത് നമ്മുടെ ചോളാസ്, ദെൻ കാഞ്ചീപുരം അല്ലെങ്കിൽ മഹാബലിപുരം എന്നൊക്കെ പറയുന്നത് പല്ലവാസിൻ്റെ എന്താണ്? ക്യാപിറ്റലാണ്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റിലോട്ട് പോയാലോ? നമ്മുടെ അടുത്ത ചോദ്യം ഇതാണ്, ദ റൂളർ ഓഫ് വിച്ച് ഡൈനാസ്റ്റി ബിൽഡ് ദി ഫേമസ് അയൺ പില്ലർ ഇൻ ഡൽഹി? ഡൽഹിയിലെ അയൺ പില്ലർ നമ്മൾ കുറച്ച് മുമ്പ് ഇത് പഠിച്ചതേ ഉള്ളൂ അല്ലേ. ഡൈനാസ്റ്റി അല്ലടാ. ഡൽഹിയിലെ പില്ലറിൻ്റെ പേരെന്താ? നമ്മൾ പഠിച്ചതാണ്. ഡൽഹിയിലെ അയൺ പില്ലറിൻ്റെ പേരാണ് നമ്മൾ കുത്തബ് മിനാറിൻ്റെ കൂടെ പഠിച്ചു. അത് നമ്മുടെ മെഹ്റൗളി പില്ലർ അല്ലേ. നമ്മുടെ മെഹ്റൗളി പില്ലർ അല്ലേ ഡൽഹിയിലെ അയൺ പില്ലർ. അത് ഏത് രാജാവിൻ്റെ അച്ചീവ്മെൻ്റ് ആണ്? നമ്മൾ ഫസ്റ്റ് പഠിച്ചതാണ്, കുത്തബ് മിനാർ പഠിച്ച ആരാ? ചന്ദ്രഗുപ്ത സെക്കൻഡ്. ചന്ദ്രഗുപ്ത എന്ന് പറഞ്ഞാൽ ഡൈനാസ്റ്റി? ഗുപ്ത ഡൈനാസ്റ്റി. നമ്മുടെ ഗുപ്ത ഡൈനാസ്റ്റിയിലെ ആരടാ? വിക്രമാദിത്യൻ. വിക്രമാദിത്യനാണ് ആര്? ചന്ദ്രഗുപ്ത 2ാമൻ. വിക്രമാദിത്യൻ്റെ അച്ചീവ്മെൻറ്റുകളെ പറ്റി പറയുന്ന അയൺ പില്ലർ ഏത്? മെഹ്റൗളി പില്ലർ ഇൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. അതുപോലെ ഈ നമ്മുടെ ഈ ഗുപ്ത ഡൈനാസ്റ്റിയിൽ വളരെ ഫേമസ് ആയ മറ്റൊരു രാജാവാണ് നമ്മുടെ ഈ സമുദ്രഗുപ്തൻ അല്ലേ. ഇന്ത്യയുടെ നെപ്പോളിയൻ എന്നറിയപ്പെടുന്ന സമുദ്രഗുപ്തൻ. എടാ,
ഈ സമുദ്രഗുപ്തന്റെ അച്ചീവ്മെന്റിനെ പറ്റി പറയുന്ന ഒരു അയൺ പില്ലർ ഉണ്ട്. അതിന്റെ പേരാണ് അലഹബാദ് പില്ലർ ഇൻസ്ക്രിപ്ഷൻ എന്ന് പറയും. അല്ലെങ്കിൽ അലഹബാദിന്റെ വേറൊരു പേരാണ് പ്രയാഗ് എന്ന് നമ്മൾ പറയില്ല, ഇന്നത്തെ പ്രയാഗ്രാജ്, പ്രയാഗ് പ്രശസ്തി എന്ന് പറയും കേട്ടോ. അലഹബാദ് പില്ലർ അഥവാ പ്രയാഗ് പ്രശസ്തി എന്ന് പറയും. അതിൽ ആരുടെ അച്ചീവ്മെന്റിനെ പറ്റിയാണ് പറയുന്നത്, ഏത് രാജാവിൻ്റെ അച്ചീവ്മെന്റിനെ പറ്റി അതിൽ പറയുന്നത്? നമ്മുടെ സമുദ്രഗുപ്തൻ്റെ അച്ചീവ്മെൻറ്റ്. അവരുടെ അച്ചീവ്മെൻ്റാണ് സമുദ്രഗുപ്തൻ്റെ അച്ചീവ്മെൻറ്റ് പറ്റി പറയുന്ന ഒരു അയൺ പില്ലറാണ്. ഇത് കമ്പോസ് ചെയ്തത് അദ്ദേഹത്തിൻ്റെ കവിയായ ഹരിസേനയാണ്. ചോദിക്കും കേട്ടോ, ഹൂ കമ്പോസ്ഡ് പ്രയാഗ് പ്രശസ്തി? അലഹബാദ് പില്ലർ ഇൻസ്ക്രിപ്ഷൻ കമ്പോസ് ചെയ്ത് തയ്യാറാക്കിയതാരാ? സമുദ്രഗുപ്തൻ്റെ കവി, പോയറ്റ്, കോർട്ട് പോയറ്റായ ഹരിസേനയാണ് അതെന്ത് ചെയ്തത്? കമ്പോസ് ചെയ്തത്. ഏത് കമ്പോസ് ചെയ്തത്? നമ്മുടെ അലഹബാദ് പില്ലർ കേട്ടോ. അതുപോലെ ഡൽഹിയിലെ പില്ലറാണ് ഏത്? മെഹ്റൗളി പില്ലർ എന്നും പറയുന്നത്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഹു വാസ് ദി ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ഡ്യൂറിങ് ദി ഷിപ്പായി മ്യൂട്ടണി? ഷിപ്പായി മ്യൂട്ടണി നടന്നപ്പോൾ ആരാണ് ഇന്ത്യയുടെ ഗവർണർ ജനറൽ എന്ന് പറയുന്നത്? അപ്പോൾ ഷിപ്പായി മ്യൂട്ടണി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ 1857 റിവോൾട്ടാണ് അല്ലേ? നമ്മുടെ 1857 റിവോൾട്ടാണ് ഏത്? നമ്മുടെ ഈ ഷിപ്പായി മ്യൂട്ടണി എന്ന് പറയുന്നത് അല്ലേ? നമ്മുടെ ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് അല്ലേ? അതാണ് ഏത്? നമ്മുടെ 1857 റിവോൾട്ട് അഥവാ ഷിപ്പായി മ്യൂട്ടണി എന്ന് പറയുന്നത്. അപ്പോൾ ആ സമയത്ത് ആരാണ് നമ്മുടെ ഗവർണർ ജനറൽ? ആരാടാ? ലോർഡ് കാനിങ്. നമ്മുടെ ലോർഡ് കാനിങ് ആണ് ആ സമയത്തെ ഇന്ത്യയുടെ എന്താണ്? ഗവർണർ ജനറൽ എന്ന് പറയുന്നത്. 1857 റിവോൾട്ട് അഥവാ ഷിപ്പായി മ്യൂട്ടണി എന്ന് പറയും കേട്ടോ. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ വർഷം CGL-ഒക്കെ 1-2 ക്വസ്റ്റ്യൻ ചോദിച്ചു. ഏത് വർഷം നമുക്കറിയാം, ഏത് ഡേറ്റിലാണ് ഈ 1857 റിവോൾട്ട് പൊട്ടിപ്പുറപ്പെട്ടത്? എന്താണ്? 1857 മെയ് 10-നാണ് കേട്ടോ. ഡേറ്റ് പഠിച്ചു വെച്ചോ. 1857 മെയ് 10-നാണ് എന്ത്? 1857 റിവോൾട്ട് സ്റ്റാർട്ട് ചെയ്തത് കേട്ടാ. ഇനി എവിടെയാണ് സ്റ്റാർട്ട് ചെയ്തത് കേട്ടാ? എവിടെയാ പൊട്ടിപ്പുറപ്പെട്ട സ്ഥലം? അത് മീരറ്റിലാണ് കേട്ടാ. മീരറ്റിൽ കേട്ടാ. 1857 മെയ് 10-ന് മീരറ്റിലാണ് ഇത് പൊട്ടിപ്പുറപ്പെട്ട സ്ഥലം. ഏത്? മെയ് 10-ാം തീയതി അല്ലേ? മെയ് 10-ാം തീയതിയാണ്. അപ്പോൾ ആ സമയത്തെ ഗവർണർ ജനറൽ എന്ന് പറയുന്നത് ലോർഡ് കാനിങ് ആയിരുന്നു കേട്ടോ. അപ്പോൾ 1857 റിവോൾട്ടിനെയാണ് നമ്മൾ മറ്റൊരു പേര് വിളിക്കുന്നത് എന്താ? ഷിപ്പായി മ്യൂട്ടണി എന്നും വിശേഷിപ്പിക്കാറുണ്ട് അല്ലേ? അത് നമുക്ക് കാര്യം അറിയാം. ഈ പട്ടാളക്കാർ മറ്റേ നമ്മുടെ തോക്ക് അല്ലേ? നമ്മുടെ തോക്കിലെ പശുവിൻ്റെയും പന്നിയുടെയും എന്താണ്? ഗ്രീസ് അല്ലേ? പശുവിൻ്റെയും പന്നിയുടെയും തോക്ക് കൊഴുപ്പ് ആ തോക്കിൽ ഗ്രീസായി ഉപയോഗിച്ചത് കൊണ്ട് പട്ടാളക്കാർ ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ ഒരു സമരമായിരുന്നു ഏത്? ഷിപ്പായി മ്യൂട്ടണി. അപ്പോൾ അത് 1857 റിവോൾട്ടിൻ്റെ ഭാഗമായി വരുന്നുണ്ട് അല്ലേ? സോ അതുകൊണ്ടാണ് ഷിപ്പായി മ്യൂട്ടണി എന്നും വിളിക്കുന്നത്. ഓക്കെ, ഇതിനടുത്ത ക്വസ്റ്റിലോട്ട് പോയാലോ? അടുത്ത ചോദ്യം, ഹുമയൂൺ നാമ വാസ് റിട്ടൺ ബൈ ഹു? നമ്മുടെ മുഗൾ എംപററായ ഹുമയൂണിൻ്റെ ബയോഗ്രഫിയാണ് ഹുമയൂൺ നാമ. ബയോഗ്രഫി എന്ന് പറയുമ്പോഴേ മനസ്സിലായി അത് ആരല്ല എഴുതിയത്? ഹുമയൂൺ അല്ല. അതെഴുതിയത് ഹുമയൂണിൻ്റെ കസിൻ സിസ്റ്ററായ ഗുൽബദൻ ബാനു ബീഗം. ഓപ്ഷൻ സി, ഗുൽബദൻ ബാനു ബീഗമാണ് എന്തെഴുതിയത്? ഹുമയൂൺ നാമ എഴുതിയത്. ഹൂ റോട്ട് ഹുമയൂൺ നാമ? ആരാണ്? ഗുൽബദൻ ബാനു ബീഗം. ആരാ ഗുൽബദൻ ബാനു ബീഗം? ഹുമയൂണിൻ്റെ കസിൻ സിസ്റ്ററാണ് ആര്? ഗുൽബദൻ ബാനു ബീഗം എന്ന് പറയുന്നത്. അതുപോലെ ഈ ഹൂ റോട്ട് ബാബർ നാമ? ആരാ ബാബർ നാമ എഴുതിയത്? അത് ഓട്ടോബയോഗ്രഫിയാണ് അല്ലേ? ആര് തന്നെയാണ്? ബാബർ അല്ലെ? ബാബർ തന്നെ എഴുതിയ ബുക്കാണ് ഏത്? ബാബർ നാമ. അതുപോലെ അക്ബർ നാമ എഴുതിയത് ആരാ? ഹൂ റോട്ട് അക്ബർ നാമ? അക്ബറിൻ്റെ ബയോഗ്രഫി അത് അക്ബറിൻ്റെ കവിയായ അബുൾ ഫസൽ. ആരാണ്? അബുൾ ഫസൽ. അബുൾ ഫസലാണ് എന്തെഴുതിയത്? അക്ബർ നാമ എഴുതിയത്. അക്ബർ നാമ എഴുതിയത് ആരാണ്? അബുൾ ഫസൽ. അതുപോലെ നമ്മുടെ ജഹാംഗീറിൻ്റെ തുസൂഖ് ഐ ജഹാംഗീരി ഒരു ഓട്ടോബയോഗ്രഫിയാണ്. ആര് തന്നെ എഴുതിയതാ? ജഹാംഗീർ തന്നെയാണ് എഴുതിയത് കേട്ടോ. ജഹാംഗീറിൻ്റെ ഓട്ടോബയോഗ്രഫി ഏതാണ്? തുസൂഖ് ഐ ജഹാംഗീരി. എഴുതിയത് ആരാണ്? ജഹാംഗീർ ആണ്. ഓക്കെ, അതുപോലെ നമ്മുടെ ഷാജഹാൻ്റെ കഥ പറയുന്ന ഷാജഹാൻ്റെ ഒരു ബയോഗ്രഫി ഉണ്ട്, ബാദ്ഷാ നാമ എന്ന് പറയും. ഏതാണ്? ബാദ്ഷാ നാമ. നമ്മുടെ ഷാജഹാൻ്റെ
ബയോഗ്രഫിയാണ് ബാദ്ഷാനാമ. അതിൽ പറഞ്ഞ ഷാജഹാന്റെ ചരിത്രമാണ് ബാദ്ഷാനാമ. അത് എഴുതിയത് അബ്ദുൾ ഹമീദ് ലാഹോറി എന്ന് പറയുന്ന കവിയാണ് കേട്ടോ. നമ്മുടെ ഷാജഹാന്റെ ജീവചരിത്രം ഏതാണ്? ബാദ്ഷാനാമ എഴുതിയത് ആരാണ്? അബ്ദുൾ ഹമീദ് ലാഹോറി. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ബാബർ നാമ എഴുതിയത് ആരാ? അത് ഓട്ടോബയോഗ്രഫി. അപ്പോൾ രണ്ടുപേരെ സ്വന്തമായി എഴുതിയത് ആര്? ബാബറും ജഹാംഗീറും അല്ലേ? ബാബർ നാമയും അതുപോലെ തന്നെ തുസുക്കൈ ജഹാംഗീർ അല്ലേ? ബാബർ നാമ എഴുതിയത് ബാബർ, തുസുക്കൈ ജഹാംഗീർ എഴുതിയത് ജഹാംഗീർ. ദെൻ ഹുമയൂണിൻ്റെ എഴുതിയത് ഹുമയൂണിൻ്റെ സിസ്റ്ററാണ് ആര്? ഗുൽബദൻ ബീഗവും. അക്ബറിൻ്റെ എഴുതിയത് അക്ബറിൻ്റെ കോർട്ട് പോയിട്ട് ആര്? അബുൾ ഫസൽ. അതുപോലെ ബാദ്ഷാനാമ എഴുതിയത് ആരാ? അത് ബാദ്ഷാനാമ ഫസ്റ്റ് ഓഫ് ഓൾ ആരുടെ ഹിസ്റ്ററി, ആരുടെ ചരിത്രമാണ് പറയുന്നത്? ഷാജഹാന്റെ ചരിത്രം പറയുന്ന ബുക്കാണ്. അത് എഴുതിയത് അബ്ദുൾ ഹമീദ് ലാഹോറിയാണ്. എന്തെഴുതിയത്? ബാദ്ഷാനാമ എഴുതിയത്. വളരെ പ്രധാനപ്പെട്ട ബുക്കാണ്. ഓക്കെ, നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യനോട് കൂടി നമ്മുടെ ഈ ഒരു സെഷൻ നമ്മളിവിടെ എന്ത് ചെയ്യാണ്? വൈൻഡപ്പ് ചെയ്യുകയാണ്. സോ നമുക്ക് ഇനിയും ഹിസ്റ്ററിയുടെ തന്നെ നമുക്ക് എന്താണ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നതാണ്. നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് എന്നൊക്കെ പറയുന്നത് നമുക്ക് NTPC എക്സാമിന് മാത്രമല്ല, നമ്മുടെ എല്ലാ റെയിൽവേയുടെ തന്നെ എല്ലാ എക്സാം RPF-ഉം ഒക്കെ ഉപയോഗം വരുന്നതാണ്. അതുപോലെ SSC എക്സാമിനും, SSC സീരിയസ്, CGL-ഉം CHS-ലും MDS പോലുള്ള എല്ലാ എക്സാമിനും, GD പോലുള്ള എല്ലാ എക്സാമിനും എന്താണ് ഉപയോഗം വരുന്നുണ്ട്. കാരണം ഹിസ്റ്ററി ഒന്നും നമുക്ക് ഒരു എക്സാമിനും അങ്ങനെ പ്രത്യേകിച്ച് കാറ്റഗറി ഒന്നുമില്ല. എല്ലാ എക്സാമിനും GK എന്ന് പറയുന്നത് സെയിം തന്നെയാണ്. സോ നമുക്ക് എല്ലാ എക്സാമിനും ഉപയോഗം വരുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിതിൽ ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്ക് അടുത്ത സീരീസിൽ നമുക്ക് വേറെ ടോപ്പിക്കുമായി അടുത്ത ഇനിയിപ്പോൾ ജോഗ്രഫിയുടെ സെഷൻ അടുത്ത് വരാവുന്നതാണ്. സോ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.